എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്തി നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കലാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്കാരം തിരുമേനി, എല്ലാവർക്കും നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര, ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഉച്ച സമയമായത് കാരണം പലരും തിരക്കിലായിരിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 61-ാമത്തെ ശ്ലോകമാണ് തുടങ്ങി വെച്ചത്. 61-ാമത്തെ ശ്ലോകം: പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി. ഇതിനകത്ത് 249 മുതൽ 253 വരെയുള്ള 5 നാമങ്ങളാണ്. 5 നാമങ്ങള് പഞ്ചപ്രേതാസനാസീന എന്നൊരു നാമം, പഞ്ചബ്രഹ്മസ്വരൂപിണീഹി നമ എന്ന നാമം, ചിന്മയി നമ എന്നൊരു നാമം, പരമാനന്ദ എന്ന ഒരു നാമം, വിജ്ഞാനഘനരൂപിണി എന്ന ഒരു നാമം. ഇങ്ങനെ 5 നാമങ്ങളാണ്. അതിനകത്ത് പഞ്ചപ്രേതാസനാസീന എന്നുള്ളതും പഞ്ചബ്രഹ്മസ്വരൂപിണി എന്നുള്ളതും വളരെ സാമ്യമുള്ള നാമങ്ങളാണ്. നമ്മൾ പഞ്ചപ്രേതാസനാസീന എന്നുള്ള നാമം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്കിലും അടുത്ത നാമം അതിനോട് ബന്ധപ്പെട്ടതായത് കാരണം രണ്ടു കൂടി ഒരുമിച്ച് നമുക്ക് ഒന്നുകൂടി കാണാം. അപ്പോൾ പഞ്ചബ്രഹ്മം, നമ്മൾ 58-ാമത്തെ നാമത്തില് പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. 58-ാമത്തെ ശ്ലോകത്തില് പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ദേവിയുടെ തൽപ്പത്തിൻ്റെ 4 കാലുകളായിട്ട് 4 ദേവന്മാരാണ്. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, അത് കഴിഞ്ഞാൽ ഈശ്വരൻ. ഇവരെല്ലാവരും 4 ദേവന്മാര് ദേവിയുടെ തൽപ്പത്തിൻ്റെ കാലുകളാണ്. അതുപോലെ തന്നെ ദേവിയുടെ തൽപ്പമായിട്ടുള്ള പലകയായിരിക്കുന്നത് സദാശിവനാണ്. സദാശിവന്റെ തൽപ്പത്തിൻ്റെ മുകളിൽ ഹംസതൂലികയുള്ള തൂവലുകളാലുള്ള മെത്തയില് ദേവി ഇരിക്കുന്നു. ദേവിയുടെ സിംഹാസനത്തില് പരമേശ്വരന്റെ മടിയിൽ അല്ലെങ്കിൽ കാമേശ്വരന്റെ മടിത്തട്ടിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പോൾ പഞ്ചബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നുള്ള 4 പേരും, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്ന 4 പേരും, അത് കഴിഞ്ഞാൽ സദാശിവനും കൂടിയിട്ടാണ് ഈ പഞ്ചബ്രഹ്മം എന്നറിയുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് എപ്പോൾ തുടക്കം കുറിക്കണമെങ്കിലും ദേവി ശക്തി ഈ സദാശിവന്റെ കൂടെ ഒത്തുചേരണം. എങ്കിൽ മാത്രമേ സൃഷ്ടി എന്നുള്ള ആ ഒരു കർമ്മം ആരംഭിക്കുകയുള്ളൂ. ആ ദേവി ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ, ഇപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവരെല്ലാവരും ശക്തി ദേവിയിൽ ലയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ശക്തി പ്രകടമാവാത്ത അവസ്ഥ വരുമ്പോൾ അതൊരു സുപ്താവസ്ഥയായിരിക്കും. ആ അവസ്ഥയ്ക്ക് പഞ്ചപ്രേതം എന്ന് പറയും. അപ്പോൾ ശക്തി പ്രകടമല്ലാത്ത അവസ്ഥ, അപ്പോൾ നമുക്കറിയാം രുദ്രന്റെ അല്ലെങ്കിൽ മഹേശ്വരന്റെ മഹായോഗാവസ്ഥയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ആ യോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒരു ചൈതന്യവും പുറത്തേക്ക് കാണില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ദേവി കൂടുമ്പോഴാണ് അത് ദേവിയും ആ ശക്തിയും ശിവനുമായിട്ട് ശിവശക്തിയായുക്തോ യതിഭവതി ശക്തപ്രഭവിതും എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു വെച്ചതുപോലെ ആ സൃഷ്ടിയുടെ കർമ്മം അല്ലെങ്കിൽ ശങ്കര ഭഗവാന്റെ ചലനവും എല്ലാവിധ കാര്യങ്ങളും വരുന്നത് ഈ ഒരു ദേവിയുമായിട്ടുള്ള കൂടിച്ചേരലിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആ ശക്തി പ്രകടമാവാത്ത അവസ്ഥയിൽ അതിനെ നമ്മൾ പ്രേതാവസ്ഥ എന്ന് പറയും. അത് തന്നെയാണ് പഞ്ചപ്രേതാസനാസീന എന്ന്.
കാരണം നമ്മളിത് കണ്ടിട്ടുണ്ട്. ഈ ഓരോ അവസ്ഥയിലും ദേവി, ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ കൂടെ ദേവി ചേരുമ്പോൾ ബ്രാഹ്മിയാവും, അതുപോലെ വിഷ്ണുവിൻ്റെ കൂടെ ദേവി ചേരുമ്പോൾ വൈഷ്ണവിയായി മാറും, രുദ്രൻ്റെ കൂടെ ദേവി ചേരുമ്പോൾ അത് രുദ്രാണിയായി മാറും, മഹേശ്വരൻ്റെ കൂടെ ആവുമ്പോൾ മാഹേശ്വരിയായി മാറും, ഇന്ദ്രൻ്റെ കൂടെ ആവുമ്പോൾ ഐന്ദ്രി എന്നുള്ള ദേവീ രൂപമായി മാറും, കുമാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൺമുഖൻ്റെ കൂടെ കൂടുമ്പോൾ കൗമാരി എന്നുള്ള രൂപമായി മാറും, അതുപോലെ വരാഹരൂപിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ കൂടെ ചേരുമ്പോൾ വാരാഹിയായി മാറും ദേവി. ഇങ്ങനെ ഓരോരോ രൂപവും, നരസിംഹരൂപിയായ വിഷ്ണുവിൻ്റെ കൂടെ ചേരുമ്പോൾ നാരസിംഹി എന്നുള്ള രൂപമായി മാറും. അപ്പോൾ ഈ ശക്തിയെല്ലാം കൂടെ നിൽക്കുമ്പോഴാണ് ഈ ദേവന്മാരെല്ലാവരും, ഈ ശക്തി ലയിച്ച് നിൽക്കുമ്പോഴാണ് ഈ ദേവന്മാരെല്ലാവരും അവരുടെ കർമ്മത്തിന് അതിൻ്റെ ശക്തി അവർക്ക് ആർജിക്കുന്നത്. അതുകൊണ്ടാണ് ദേവിയുടെ ഈ ശക്തി ലയിച്ചു പോകുമ്പോൾ ആ അവസ്ഥയെ പഞ്ചപ്രേതം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥ വിട്ടിട്ടുള്ളതാണ് പഞ്ചപ്രേതാസനാസീന എന്നുള്ള അവസ്ഥ വിടുമ്പോഴാണ് പഞ്ചബ്രഹ്മസ്വരൂപിണി ദേവി തന്നെ ആ ചൈതന്യമായി വിളങ്ങുമ്പോൾ 250 നാമമായിട്ടുള്ള പഞ്ചബ്രഹ്മസ്വരൂപിണി എന്നാവും. എന്നുവെച്ചാൽ പഞ്ചബ്രഹ്മത്തിൻ്റെ സ്വരൂപം തന്നെയായ ദേവി, ബ്രഹ്മാവും അതുപോലെ വിഷ്ണുവും രുദ്രനും സദാശിവനും ഈശ്വരനും ഈ എല്ലാ സ്വരൂപവുമായിരിക്കുന്ന ദേവി തന്നെയാണ്, ആ ചൈതന്യമായിട്ടുള്ള ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ദേവിയാണ് പഞ്ചബ്രഹ്മസ്വരൂപിണി. അപ്പോൾ ഇതൊന്നും ഭിന്നമല്ല, ദേവിയിൽ നിന്ന് ഇവരൊന്നും ഭിന്നരല്ല. ഇതൊക്കെ ദേവിയുടെ തന്നെ വിവിധ രൂപങ്ങളാണ്. നമ്മൾ കണ്ടു അദ്വൈതം എന്താണെന്ന് നമ്മൾ വളരെ പ്രാവശ്യം ചർച്ച ചെയ്തു. ഈ ഓരോ രൂപങ്ങളും ആ പരബ്രഹ്മത്തിൽ നിന്നും അങ്ങനെ ഉണ്ടായ രൂപങ്ങളാണ്. ആ പരബ്രഹ്മം അല്ലെങ്കിൽ ആ പരാശക്തിയിൽ നിന്നും ഏത് രൂപത്തിൽ തോന്നുന്നുവോ അതേ രൂപത്തിൽ ഉത്ഭവിച്ചു വന്നതാണ് ഈ എല്ലാ രൂപങ്ങളും. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ പ്രകൃതി, അതുപോലെ തന്നെ ഓരോ രൂപങ്ങൾ സാധകന് വേണ്ടപ്പോൾ ആ രൂപത്തിൽ ദേവി പ്രത്യക്ഷയാവും അല്ലെങ്കിൽ ദേവന്മാർ പ്രത്യക്ഷരാവും. അതുകൊണ്ട് ഇതൊന്നും ഭിന്നമല്ല, ഇതെല്ലാം ആ ഒരു മൂലപ്രകൃതിയായി നിൽക്കുന്ന ആ ബ്രഹ്മസ്വരൂപത്തിൻ്റെ വിഭിന്നമായിട്ടുള്ള പ്രകടരൂപങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം അദ്വൈതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. അത് വളരെയധികം വേദാന്ത ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ കയറി വരുന്ന ഒരു ജന്മമാണ് നമ്മൾക്കെങ്കിലാണ് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുള്ളൂ. ഇനി വരുന്ന നാമങ്ങളൊക്കെ വേദാന്തമാണ്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് നമ്മളവിടെ പറഞ്ഞു പോകും. അപ്പോൾ 250 നാമം പഞ്ചബ്രഹ്മസ്വരൂപിണി, 5 ബ്രഹ്മങ്ങൾക്കും സ്വരൂപമായി നിൽക്കുന്ന ദേവി, അല്ലെങ്കിൽ 5 ബ്രഹ്മങ്ങളെയും അടിസ്ഥാനപരമായിട്ട് ഭിന്നമല്ലാതെ നിൽക്കുന്ന ദേവി, ആ ദേവിക്ക് നമസ്കാരം, പഞ്ചബ്രഹ്മസ്വരൂപിണി. ഇനിയോ പരബ്രഹ്മത്തിന് 5 മൂർത്തികളുണ്ട് എന്ന് പറയും. മറ്റൊരു രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ ഈശാനൻ, തൽപുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജാതൻ, ഇതൊക്കെ പ്രത്യേക തരത്തിലുള്ള ആ പഞ്ചബ്രഹ്മത്തിൻ്റെ ഓരോ രൂപങ്ങളാണ്. വിശദമായിട്ട് നമ്മൾ ഇതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ തൽക്കാലത്തിന്. അതിൻ്റെ സന്ദർഭം വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ അങ്ങനെയുള്ള ഈ പഞ്ചബ്രഹ്മത്തിൻ്റെ 5 മൂർത്തികളും ദേവി തന്നെയാണ് എന്ന് പറയും. അതുപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പ്രകൃതി, ക്ഷേത്രജ്ഞൻ, ഇങ്ങനെ പഞ്ചബ്രഹ്മം വേറെയുണ്ട്. ഇതിനെയും പഞ്ചബ്രഹ്മം എന്ന് പറയും. തന്ത്രശാസ്ത്രത്തിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പ്രകൃതി, ക്ഷേത്രജ്ഞൻ, ഇതെല്ലാം കൂടും വരുന്ന പഞ്ചബ്രഹ്മമായി മാറും. അതുപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളെയും പഞ്ചബ്രഹ്മം. കാരണം പിണ്ടാണ്ട ശരീരിയായ നമ്മൾ ഈ ബ്രഹ്മത്തിനെ അറിയാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്കും പഞ്ചബ്രഹ്മം എന്നുള്ള പേരുണ്ട്. ഏതൊക്കെയാണ്? ശ്രോത്രേന്ദ്രിയങ്ങൾ, ചക്ഷു, ജിഹ്വ, ത്വക്ക്, ഉപസ്ഥം. ഉപസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗം. ഇങ്ങനെയുള്ള ഈ 5 ഇന്ദ്രിയങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പഞ്ചബ്രഹ്മമായി മാറും. ഇതിലൂടെയാണ് നമ്മൾ ഈ പ്രകൃതിയെ അറിയാൻ ശ്രമിക്കുന്നത്. അതുപോലെ പഞ്ചഭൂതങ്ങൾക്കും നമ്മൾ പഞ്ചബ്രഹ്മം എന്ന് പറയും. പൃഥ്വി, ആപ്പ്, തേജോ, വായു, ആകാശം. ഇങ്ങനെ പൃഥ്വി, ജലം, അതുപോലെ അഗ്നി, വായു, ആകാശം, ഇതും പഞ്ചബ്രഹ്മങ്ങൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇനി വാസുദേവൻ്റെ കൃഷ്ണൻ്റെ അവതാരങ്ങൾ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ട് ഭൂമിയിൽ വാസുദേവനുണ്ട്, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, നാരായണൻ, ഈ എല്ലാ രൂപത്തിലും പൃഥ്വിയിൽ അവതരിച്ചിട്ടുണ്ട്. ഇത് ഈ പഞ്ചരൂപങ്ങളെയും പഞ്ചബ്രഹ്മങ്ങൾ എന്ന് പറയും. എന്ത് പറഞ്ഞാലും ഏതായാലും ദേവീ സ്വരൂപങ്ങളുടെ പ്രതിഫലനങ്ങൾ മാത്രമാണത്. അതിനാൽ ദേവി പഞ്ചബ്രഹ്മ സ്വരൂപിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ഇതിനും മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കണക്ഷൻ ഉള്ളതാണ്. 251 നാമമാണ് ചിന്മയി. ദേവി ആരാണ്? ചിന്മയിയാണ്. ചിത്ത തന്നെ സ്വരൂപമായതാണ് ദേവിയുടെ.
ചിത്ത് തന്നെ സ്വരൂപമായതാണ് ദേവി. അതുകൊണ്ട് ദേവി ചിന്മയി എന്നറിയപ്പെടുന്നു. ചൈതന്യമുള്ള രൂപമാണ് ചിത്ത്. നമുക്കറിയാം സത്തും ചിത്തും ഒക്കെ നമ്മൾ കണ്ടു. സത്ത് സദാശിവനാവുമ്പോൾ ചിത്ത് ദേവിയായി മാറും. ചൈതന്യമുള്ള ജ്ഞാനത്തെയാണ് ചിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനസ്വരൂപിണിയായ ദേവി, അജ്ഞാനമുള്ളവയൊക്കെ കളയണം, വിജ്ഞാനം എന്നുള്ളിൽ വർദ്ധിക്കണം, ആജ്ഞാപിച്ചിടണം നല്ല വഴിക്കെന്നെ നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ എന്ന് നമ്മൾ കണ്ടു. അതാണ് ആ ദേവി തന്നെയാണ് ഗുരുവും, ആ ദേവി തന്നെയാണ് ജ്ഞാനവും. അങ്ങനെ ജ്ഞാനം തന്നെ സ്വരൂപമായിരിക്കുന്ന ആ ദേവിയാണ്, ചിത്ത് തന്നെ സ്വരൂപമായിട്ടുള്ള ദേവിയാണ്, സകല ബ്രഹ്മാണ്ടത്തിലെയും സകല വിദ്യകളുടെയും രൂപമായിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ ചിന്മയി എന്ന് വിളിക്കുന്നു. വളരെ മനോഹരമായ നാമമാണ് ചിന്മയി എന്നുള്ളത്. ആ നാമം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ ഒരു ദേവിയുടെ ആ വിദ്യ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു അനുഭവം വരും. ആ രൂപമുള്ള ദേവി ചിന്മയി. ഇനിയോ ചിന്മയി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അജ്ഞാനമെല്ലാം പോയി, ജ്ഞാനം നിറഞ്ഞു നിന്നു. അപ്പോൾ സാധകൻ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ലെവല് പരമാനന്ദ. 252 നാമം ദേവിയുടെ പരമാനന്ദ. ആനന്ദം അതിൻ്റെ ഏറ്റവും വലിയ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് പരമാനന്ദം. പരമമായ സർവശ്രേഷ്ഠമായ ആനന്ദം സ്വരൂപമായിട്ടുള്ളതാണ് ദേവി. ആ ദേവിയുടെ ആനന്ദം, ആ ആനന്ദം കണക്കിലെടുക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെയോ വിഷ്ണുവിൻ്റെയോ ശിവന്റെയോ സദാശിവന്റെയോ ഈശ്വരന്റെയോ രുദ്രന്റെയോ ഒന്നും ആനന്ദത്തിന് ഒരു അതിന് ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ആനന്ദ അവസ്ഥയിലുള്ളതാണ് ദേവി. അതുകൊണ്ട് തന്നെ ഈശ്വരീയമായിട്ടുള്ള ആ ആനന്ദത്തിനെയാണ് പരമാനന്ദം എന്നിവിടെ പറയുന്നത്. അങ്ങനെ ആ പരമാനന്ദം ആ പരമാത്മാവ് തന്നെയായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ പരമാനന്ദം എന്ന് പറയുന്നു. ഇനി ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ശാസ്ത്രത്തിലെ ആനന്ദത്തിന് 8 വകഭേദങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. പലരും ഇപ്പോൾ യോഗ ശാസ്ത്രമാണെങ്കിൽ, തന്ത്രശാസ്ത്രമാണെങ്കിൽ, മന്ത്രശാസ്ത്രമാണെങ്കിൽ, അങ്ങനെ പല രീതിയിലുണ്ട്. ഇപ്പോൾ വിഷയങ്ങളിലുള്ള ആനന്ദം, അത് ഒരാനന്ദമാണ്. വിഷയങ്ങളിലെ ആനന്ദം വിഷയാനന്ദം എന്ന് പറയും. ബ്രഹ്മാനന്ദം, ബ്രഹ്മജ്ഞാനം കിട്ടുന്ന ആളുകൾക്ക് വരുന്ന ആനന്ദമാണ് ബ്രഹ്മാനന്ദം. അത് കഴിഞ്ഞ് വാസനാഗുണങ്ങളിലെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വ്യാപരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് വാസനാനന്ദം. ഇനിയോ ആത്മാവില് സ്വയം നമ്മൾ ആത്മജ്ഞാനം കിട്ടിയിട്ട് ആനന്ദ തുന്തുലാവസ്ഥയിൽ ഇരിക്കുന്നതാണ് ആത്മാനന്ദം എന്ന് പറയും. അത് കഴിഞ്ഞാൽ മുഖ്യാനന്ദം എന്ന് പറഞ്ഞിട്ടുള്ള ആനന്ദമുണ്ട്. നിജാനന്ദം എന്ന് വെച്ചാൽ തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നത്, അതാണ് നിജാനന്ദം. പിന്നെയോ അദ്വൈതാനന്ദം, അതും ഒരാനന്ദമായിട്ട് അദ്വൈത ചിന്തയിൽ വരുന്നുണ്ട്, അദ്വൈതാനന്ദം. അത് കഴിഞ്ഞ് 8ാമത്തെയാണ് ജ്ഞാനാനന്ദം. അപ്പോൾ ദേവി സാധകർക്കുള്ള ഏറ്റവും വലിയ ആനന്ദമാണ് ജ്ഞാനാനന്ദം. ആ രൂപത്തിൽ ദേവി പരമാനന്ദ സ്വരൂപിണിയായി ഭക്തരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവളായിട്ടുള്ള ദേവിയാണ്. പരമാനന്ദത്തിൻ്റെ മുഴുവൻ ആകത്തുകയാണ് ദേവി. അതുകൊണ്ട് ഓം പരമാനന്ദായി നമ എന്നുള്ള ദേവിയുടെ 252 നാമം. അങ്ങനെ 253 നാമമാണ് വിജ്ഞാന ഘനരൂപിണി. ഇവിടെ ദേവി പരമാനന്ദമാണ് നമ്മൾ കണ്ടു. അതിനുശേഷം എല്ലാ വിജ്ഞാനങ്ങളും, അജ്ഞാനം വിജ്ഞാനം 2 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യമാണ്, അജ്ഞാനം എന്ന് പറഞ്ഞാലോ ഇരുട്ടാണ്. അപ്പോ ദേവി വിജ്ഞാനം, ഈ നമ്മൾ കണ്ടു ഈ ബ്രഹ്മാണ്ടത്തിലുള്ള സകല ജ്ഞാനങ്ങളും ദേവി സ്വരൂപമാണ്. മൂകാംബിക നമ്മളെ ധ്യാനിക്കുമ്പോൾ കലകളാണെങ്കിലും വിദ്യകളാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെയൊക്കെ സ്വരൂപമായിട്ട് നമ്മൾ ദേവിയെ മൂകാംബികയെ ആരാധിക്കുന്നു. അതുപോലെയാണ് ബ്രഹ്മാണ്ടത്തിലെ സകല ജ്ഞാനങ്ങളുടെയും ആകത്തുകയാണ് ദേവി. ആ വിജ്ഞാനം ഘനരൂപിണി. നമുക്കറിയാം സാന്ദ്രാനന്ദാവബോധാത്മകം, ആ കട്ട പിടിച്ചിരിക്കുന്ന ആ ശുദ്ധബോധമാണ് എന്നാണ് നമ്മൾ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ആദ്യമായി നമ്മൾക്ക് ഓർമ്മ വരുന്ന ഭട്ടതിരിപ്പാടിന്റെ ശ്ലോകം. അതുപോലെ വിജ്ഞാന ഘനരൂപിണി, അങ്ങനെ ആ ജ്ഞാനം മുഴുവൻ സാന്ദ്രീകരിച്ച്, ഇപ്പോൾ ഭൗതികമായുള്ള അറിവുകളെ നമ്മൾക്ക് ജ്ഞാനം എന്ന് പറയാം. ആ എല്ലാവിധ ജ്ഞാനങ്ങളും ഒരുമിക്കുമ്പോൾ വിജ്ഞാനമാവും. ആ വിജ്ഞാനത്തിൻ്റെ ആ കട്ട പിടിച്ച അവസ്ഥയാണ്, സാന്ദ്രീകൃതമായ അവസ്ഥയാണ്, ഘനമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ദേവി വിജ്ഞാന ഘനരൂപിണി, ആ രൂപമുള്ളവളാണ് ദേവി എന്ന് പറയുന്നു. ആത്യന്തികമായ ജ്ഞാനം, ആ ചൈതന്യം അതിങ്ങനെ ഘനീഭവിച്ച രൂപത്തിലിരിക്കുന്നതാണ് ദേവി. അതുകൊണ്ട് ദേവിയെ വിജ്ഞാന ഘനരൂപിണി എന്ന് പറയുന്നു.
അപ്പോൾ ജ്ഞാനത്തിനെ ഭൗതികമായ അറിവുകൾ എന്ന് പറയും. വിജ്ഞാനത്തിനെ ദേവീ പ്രസാദം കൊണ്ട് ലഭിക്കുന്ന ആ ചൈതന്യവത്തായിട്ടുള്ള അറിവിനെയാണ് എന്ത് പറയുന്നത്? വിജ്ഞാനം എന്ന് പറയുന്നത്. ആ വിജ്ഞാനത്തിൻ്റെ തന്നെ സാന്ദ്രീകൃതമായ രൂപമാണ് ദേവി. അതുകൊണ്ട് ദേവി വിജ്ഞാനഘനരൂപിണി. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ജീവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ എല്ലാ ജീവനും സമഷ്ടിയായിട്ട് അടങ്ങിയിരിക്കുന്നത് ദേവിയിലാണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ദേവി വിജ്ഞാന ഘനരൂപിണി. അങ്ങനെ 61ാമത്തെ ശ്ലോകം അവസാനിക്കുകയാണ്. ഒന്നും കൂടി പെട്ടെന്ന് നമുക്ക് നോക്കാം, ശ്ലോകം ചൊല്ലാം. പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി. 62ാമത്തെ നാമത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. 62ാമത്തെ നാമം ശ്ലോകം. ധ്യാനധ്യാതൃധ്യേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരീണി സ്വപന്തി തൈജസാത്മിക. ഇവിടെ 254 മുതൽ 259 വരെയുള്ള 6 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ധ്യാനധ്യാതൃധ്യേയരൂപ. ഈ നാമം ധ്യാനധ്യാതൃ വേദാന്ത സങ്കല്പങ്ങളാണ് ഇവിടെയൊക്കെ വരുന്നത്. ത്രിപുടി എന്ന് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്യാനം, ധ്യാതാവ്, ധ്യേയം, 3 ബോർഡ് സങ്കല്പങ്ങളാണ് ഇവിടെ വരുന്നത്. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ പറ്റിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, ഈശ്വരീയമായ എന്തിനെങ്കിലും പറ്റിയിട്ട്, അല്ലാതെ ഭൗതികമായിട്ടുള്ള ഒരു സാധനത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല ധ്യാനം എന്ന് പറയുന്നത്. ഈശ്വരീയമായ എന്തിനെങ്കിലും പറ്റി നിരന്തരമായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ എന്ത് പറയും? ധ്യാനം എന്ന് പറയും. അപ്പോൾ ഇടതടവില്ലാത്ത ഒരു ചിന്തയാണ് ധ്യാനം. ഇനിയോ, ധ്യാനം ആരാണ് ചെയ്യുന്നത്? ധ്യാനം ചെയ്യുന്നത് ധ്യാതാവാണ്. അതിനാണ് ധ്യാന ധ്യാതൃ എന്ന് പറയുന്നത്. ധ്യാതാവിനെയാണ് ധ്യാതൃ എന്ന ശബ്ദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ധ്യാതാവ് ആരാണ്? ധ്യാനിക്കുന്ന ആ വ്യക്തിയാണ് ധ്യാതാവ്. ഇതാണ് ത്രിപുടിയുടെ. ത്രിപുടി പറഞ്ഞാൽ സബ്ജക്റ്റ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും. ദർ വിൽ ബി എ പ്രോസസ് ഓഫ് അതിനെ ആ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും കാണുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ആ 3ാമത്തെ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനം, ധ്യാതാവ്, അത് കഴിഞ്ഞാലോ ധ്യേയം. എന്തിനെ പറ്റിയിട്ടാണോ ധ്യാനിക്കുന്നത് അതിനെ ധ്യേയം എന്ന് പറയും. ഇപ്പം നമ്മൾ കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൃഷ്ണൻ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന രൂപം, ആ രൂപം തന്നെ ധ്യാനിക്കുമ്പോൾ, ആദ്യം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാവിധ ചിന്തകളും മനസ്സിൽ ഓടി വരാൻ തുടങ്ങും. അങ്ങനെ നമ്മളുടെ എന്തിനെപ്പറ്റി നമ്മൾ ഉദ്ദേശിച്ചു ധ്യാനിക്കാൻ, ആ ധ്യാനം ഒരിക്കലും നമുക്ക് ആദ്യമൊന്നും സാധിക്കില്ല. പെട്ടെന്ന് നമുക്ക് ആലോചന വരും, അയ്യോ ഞാൻ ഇതല്ലല്ലോ ആലോചിക്കുന്നത് എന്ന്. വീണ്ടും നമ്മൾ ആ കോൺസെൻട്രേഷനിലേക്ക് പോകും. ഇതൊരു പ്രോസസ്സാണ് ധ്യാനം ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനെ ഒരു ത്രിപുടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ദേവി എന്താണ്? ധ്യാനവും ദേവിയാണ്, ധ്യാതാവും ദേവിയാണ്, ധ്യേയവും ദേവിയാണ്. ഈ 3 കാര്യങ്ങളും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ, കാരണം ഈ ദേവിയുടെ നമ്മൾ അഷ്ടാംഗ യോഗങ്ങളിലെ അവസ്ഥ ഒന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ധ്യാനം എവിടെ വരുന്നു എന്നുള്ളത്. അഷ്ടാംഗ യോഗങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. യമം, അതുപോലെ നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം. അപ്പോൾ 7ാമത്തെ അഷ്ടാംഗ യോഗങ്ങളിൽ, ഇത് നാരായണീയം വായിച്ചവർക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. അഷ്ടാംഗ യോഗവും തത്സിദ്ധി പ്രകാരവും എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട് നാരായണീയത്തിൽ. അപ്പോൾ ഇതിൽ 7ാമത്തെ അവസ്ഥയാണ് ധ്യാനം. അപ്പോൾ ധാരണ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്തുന്നു. ആദ്യം നമ്മൾ ആ കൃഷ്ണനെ ആലോചിച്ച് അതിനുള്ള ആദ്യം യമനിയമങ്ങളൊക്കെ പാലിച്ച്, ആസനമൊക്കെ പാലിച്ച് കൃത്യമായിട്ട് ഒരു വാസ്ത ചലിക്കാതെ ഇരിക്കാൻ പഠിക്കണം. ധ്യാനിക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമാണത്. അത് നമ്മൾക്ക് ഒരു അരമണിക്കൂർ അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ നട്ടെല്ല് നിവർത്തിയിട്ട്, അപ്പോഴാണ് ധ്യാനിക്കാനുള്ള നമ്മളുടെ സ്റ്റേജ് ആവുള്ളൂ. അതുകൊണ്ട് ആസനം വരെയുള്ള യമം, നിയമം, ആസനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യാഹാരം, അത് കഴിഞ്ഞാൽ ധാരണ. അങ്ങനെ ആ ധാരണ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ വ്യതിചലിക്കുന്നു. ഏതിനെയാണോ ധ്യാനിക്കുന്നത് വീണ്ടും തിരിച്ച് അവിടെ തന്നെ വരുന്നു. അങ്ങനെ വന്ന് 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 ആ രൂപം നമ്മുടെ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും. ആ അവസ്ഥയിൽ നിന്നും നമ്മൾ പെട്ടെന്ന് ഈ പുറത്തുള്ള എല്ലാ ബാഹ്യമായിട്ടുള്ള നമ്മളുടെ ആ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം മാറി ആ ധ്യാനിക്കുന്ന ഒബ്ജക്റ്റിൽ മാത്രം
നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്താണ് നമ്മൾക്ക് സമാധി എന്നുള്ള അവസ്ഥ കിട്ടുന്നത്. സമാധി അവസ്ഥയിലാണ് നമ്മളുടെ അതിന് പ്രാണായാമം ചെയ്ത് സമാധി അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇനി വരുന്ന നാമങ്ങളിൽ അതിനെ വീണ്ടും പറയും നമ്മളുടെ പ്രാണന്റെ പ്രായാണം ആരംഭിക്കുന്നത്. അപ്പോൾ ഏഴാമത്തെ അവസ്ഥയാണ് ധ്യാനം എന്നുള്ളത് അഷ്ടാംഗ യോഗത്തിൽ. അപ്പോൾ ഈ ധ്യാനവും ധ്യാതാവും ധ്യേയം എന്തിനെയാണോ ധ്യാനിക്കുന്നത് അതൊക്കെ ദേവിയാണ്. അപ്പൊ ഇത് തന്നെയാണ് അദ്വൈതത്തിന്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിള്. ഇതൊന്നും വ്യത്യസ്തമല്ല. നമ്മൾ ആരാധിക്കുന്ന ദേവിയും നമ്മൾ ആരാധിക്കാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെ പഞ്ചേന്ദ്രിയങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മനസ്സാണെങ്കിലും അത് കഴിഞ്ഞ് നമ്മുടെ ആത്മസ്വരൂപിയായിട്ടുള്ള ആ ശക്തിയാണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. ആ പ്രാണൻ തന്നെയാണ് ദേവിയായിട്ടിരിക്കുന്നത് എന്നുള്ള ആ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോഴാണ് ഇതെല്ലാം ഒന്നാണെന്ന് വരുന്ന അതാണ് ദേവി. അതുകൊണ്ടാണ് ദേവിയെ ധ്യാതൃധ്യേയ രൂപ എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ത്രിപുടി മുടിഞ്ഞ അവസ്ഥ എന്ന് ആരാണ് പറയുന്നത്? ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ശ്ലോകമുണ്ട്. അതിനകത്ത് ഇങ്ങനെ ധ്യാനിച്ച് ഉയർന്ന അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ ത്രിപുടി മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ത്രിപുടി ഇല്ലാണ്ടേ മാറും. അപ്പോ ധ്യാനിക്കുന്ന ആളും ധ്യാനിക്കുന്ന പ്രോസസ്സും ആരെയാണോ ധ്യാനിക്കുന്നത് അത് മൂന്നും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് ത്രിപുടി മുടിഞ്ഞ അവസ്ഥ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹത്തിനെ പോലെ മഹായോഗികൾ, വളരെ അടുത്ത കാലത്തുണ്ടായ മഹായോഗികളിൽ രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുദേവനെ പോലും ആരും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ആ അവസ്ഥയിൽ എത്തുന്ന ആ അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഈ ദേവിയുടെ ഈ അവസ്ഥ മൂന്നും വ്യത്യാസമില്ലാത്ത അവസ്ഥയിലെത്തുന്നത്. ത്രിപുടി മുടിഞ്ഞ അവസ്ഥ, ത്രിപുടി ഇല്ലാത്ത അവസ്ഥ, ത്രിപുടി ലയിച്ചു പോയ അവസ്ഥയാണ് ധ്യാനവും ധ്യാതാവും ദേവും ദേവി തന്നെ എന്നുള്ള അവസ്ഥയിലെത്തുന്നതാണ് ത്രിപുടി മുടിഞ്ഞ അവസ്ഥ. അതാണ് ദേവിയുടെ 254 നാമം. ഇനിയോ 255 നാമം ധർമാധർമ്മ വിവർജിത. ധർമ്മ വിവർജിത. ഇവിടെ ധർമ്മവും അധർമ്മവും അധർമ്മ വിവർജിത എന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കണം. അധർമ്മ വിവർജിത. അപ്പൊ ധർമ്മവും അധർമ്മവും എല്ലാം വർജിച്ചവളാണ് ദേവി. ദേവിക്ക് ധർമ്മവുമില്ല അധർമ്മവുമില്ല. നമ്മള് ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ കുറെ ചിട്ടകൾ വെച്ചിട്ടുണ്ടായിരിക്കും. ലിഖിതവും അലിഖിതവുമായിട്ടുള്ള ഒരുപാട് സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയും നമ്മൾ. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ധർമ്മം എന്നുള്ളത് ഹൈന്ദവ സംസ്കാരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ വലിയൊരു തലമുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ സാധാരണ മനുഷ്യന്റെ അവസ്ഥയിൽ ന്യായം മാത്രമേ ചെയ്യുള്ളൂ, അത് ധർമ്മമാണ്. അതുപോലെ സദാചാരത്തിൽ ഊന്നിയിട്ടേ ഞാൻ പ്രവർത്തിക്കുള്ളൂ, അത് ഒരു ധർമ്മമാണ്. ഇതൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ധർമ്മമാണ്. നീതിക്ക് അനുസൃതമായാണ് ഞാൻ നീങ്ങുള്ളൂ, അതൊരു ധർമ്മമാണ്. സ്വഭാവം എപ്പോഴും ഞാൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായ സ്വഭാവം പ്രകടിപ്പിക്കും, അതൊരു ധർമ്മമാണ്. അതുപോലെ തന്നെ നല്ല ക്ഷേമം ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ധർമ്മമാണ്. അതുപോലെ യാഗാദികൾ, ഇപ്പോൾ വേദങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള യാഗാദികൾ ചെയ്യുകയാണെങ്കിൽ ആ യാഗാദികളും ധർമ്മമായി മാറും. ഓരോ കാര്യങ്ങൾ നമ്മൾ കാലാകാലങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് യാഗാദികൾ ചെയ്യുമ്പോൾ അത് ധർമ്മമായി മാറും. അപ്പോൾ ഇതൊക്കെ ധർമ്മമാണ്. ഇതെല്ലാം മനുഷ്യന് തൻ്റെ സാമൂഹിക ജീവിതത്തിൽ സുഗമമായിട്ടുള്ള ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒഴുക്കിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് ധർമ്മം. അപ്പൊ ദേവി ഈ ധർമ്മങ്ങളൊക്കെ, ധർമ്മവും അധർമ്മവും ഒന്നും ദേവിക്കില്ല. ദേവി ഇതിനൊക്കെ അപ്പുറത്താണ്. അല്ലെങ്കിൽ ദേവി ധർമ്മവും അധർമ്മവും ഒക്കെ ദേവി തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം എടുക്കാം. ശ്രീരാമചന്ദ്ര ഭഗവാനെ മര്യാദാ പുരുഷോത്തമൻ എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പുരുഷോത്തമനായിരുന്നു, പുരുഷന്മാരിൽ വെച്ച ഉത്തമനായിരുന്നു. അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കാൻ നേരത്ത് ബാലനായിട്ടുള്ള അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലുള്ള രാമനെ കൊണ്ട് വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ അഹല്യ ശിലയായി നിൽക്കുന്ന ആ സ്ഥലത്ത് ചെന്നതിന് ശേഷം ആ പാദധൂളി കൊണ്ട് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കാൻ പറയാണ്. ആര്? വിശ്വാമിത്ര മഹർഷി. അത് പറയുമ്പോൾ രാമൻ പറയാണ്, അദ്ദേഹം മഹാമുനി, അങ്ങയുടെ ഗുരുവാണ്, അങ്ങ് മഹാപുരുഷനാണ്, അങ്ങയുടെ പാദധൂളി കൊണ്ട് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കൂ എന്ന് പറയുമ്പോൾ വിശ്വാമിത്രൻ പറയാം, ഞാൻ ഗുരുതുല്യനാണ്, ഞാൻ വളരെ വലിയ ജ്ഞാനിയാണ്, എല്ലാം ഞാനാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ധർമ്മം അതിൻ്റെ എല്ലാ തരത്തിലും പാലിക്കുന്ന ഏക വ്യക്തി അങ്ങാണ്. അപ്പോൾ അധർമ്മം ചെയ്തുകൊണ്ട്, അധർമ്മം എന്നുള്ള ബോധം മനസ്സിൽ ഉദിച്ചതുകൊണ്ട് മാത്രമാണ് അഹല്യ ശിലയായി മാറിയത്. അപ്പൊ ധർമ്മത്തിന്റെ
എന്താ പറയുക, അതിൻ്റെ പെർസോണിഫിക്കേഷൻ ആയിട്ടുള്ള ഒരാൾ വരണം. എങ്കിൽ മാത്രമേ ആ പാദധൂളി കൊണ്ട് ഈ ദേവിയുടെ അഹല്യയുടെ ശാപം തീർത്ത് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വാമിത്രൻ വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹീസ് എൻ എംബോഡിമെന്റ് ഓർ ദ പെർസോണിഫിക്കേഷൻ ഓഫ് ധർമ്മ എന്നാണ്. എന്താ പറഞ്ഞാൽ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് മാരീചൻ രാവണനോട് പറഞ്ഞു കൊടുക്കുന്നത്. വിഗ്രഹം ഒരു ഇഫ് ദർ ഈസ് എൻ എംബോഡിമെന്റ് ഓഫ് ധർമ്മ ഓർ പെർസോണിഫിക്കേഷൻ ഓഫ് ധർമ്മ ഇൻ ദ ഹ്യൂമൻ ഫോം, ദാറ്റ് ഈസ് രാമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യന് പാലിക്കുന്ന നിയമങ്ങളാണ് ഇതൊക്കെ. പക്ഷേ പൂർണ്ണാവതാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടോ രാമനെ? ഇല്ല. പൂർണ്ണ അവതാരം, പൂർണ്ണ പുണ്യാവതാരം എന്ന് പറയുന്ന ആരെയാണ്? ഒരൊറ്റ അവതാരമേ ഉള്ളൂ, ശ്രീകൃഷ്ണനെ. ശ്രീകൃഷ്ണൻ ധർമ്മം പാലിച്ചിട്ടുണ്ടോ? പലയിടത്തും ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ ആയുധം എടുത്തിട്ടുണ്ട്. യുദ്ധത്തിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പലതും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം രക്തബന്ധങ്ങൾ നോക്കാതെ വധിച്ചിട്ടുണ്ട്. അതുപോലെ യുദ്ധം ചെയ്തിട്ട് തോറ്റു കഴിഞ്ഞാൽ ഞാൻ രൺഛോഡ് എന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട്. അപ്പൊ ധർമ്മവാൻ എന്താ ചെയ്യുക? ഞാൻ മരിച്ചാലും എൻ്റെ ധർമ്മനിഷ്ഠയിൽ ഞാൻ യുദ്ധം ചെയ്യും, ഞാൻ ഓടില്ല എന്നാ പറയുക. പക്ഷെ അദ്ദേഹം ഓടും. കാരണം അദ്ദേഹം, കൃഷ്ണൻ, ധർമ്മങ്ങൾക്കും അധർമ്മങ്ങൾക്കും ഒക്കെ അതീതമാണ്. കൃഷ്ണന്റെ ജന്മത്തെ ഒരു പക്ഷേ ഒരിക്കലും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എന്താണ് ശ്രീകൃഷ്ണൻ എന്ന് നമ്മൾക്ക് നമ്മുടെ മനസ്സിലെ കളിത്തോഴനായിട്ട് ശ്രീകൃഷ്ണനെ കൊണ്ടു നടക്കുക എന്നതല്ലാതെ ആ ഭഗവാനെ ഒരിക്കലും നമുക്ക് എല്ലാ രൂപങ്ങളിലും തോഴനായിട്ടും അതുപോലെ എല്ലാ രൂപങ്ങളിലും തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ധർമ്മങ്ങളും അധർമ്മങ്ങളും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്താവുന്നത്? പൂർണ്ണ പുണ്യാവതാരമായിട്ട് അറിയപ്പെടുന്നത്. അവിടെ ധർമാധർമ്മം, അപ്പൊ ദേവി അതുപോലെയാണ്. ധർമ്മങ്ങൾക്കും അധർമ്മങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ് ദേവി കൃഷ്ണനെ പോലെ. അതുകൊണ്ട് പൊതുവെ അധർമ്മങ്ങൾ, ഈ ധർമാധർമ്മങ്ങളൊക്കെ പാലിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബന്ധനവും മോക്ഷത്തിനും, അത് അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ബന്ധനമായി മാറും, ധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മോക്ഷപ്രാപ്തിക്ക് പോവും. ഇതിൽ നിന്നൊക്കെ പിന്നെ മുകളിലാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ധർമാധർമ്മ വിവർജിത എന്ന് പറയും. ഇതിനൊക്കെ അതീതയാണ്. ഇവിടെ നമ്മൾ രാമന്റെ കാൽപ്പൊടികളെ പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് കൈവട്ട് എന്ന് പറയും, കൈവർത്തകൻ, തോണികടത്തുകാരൻ. ഗുഹനല്ല വാത്മീകി രാമായണത്തിലും അല്ലെങ്കിൽ തുളസീദാസ രാമായണത്തിൽ തോണി കടത്തുന്നത്. ഒരു ക്ലാസ് ആയിട്ട് അത് ഒരു പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യം എടുക്കണം. ആ കാലെടുത്ത് വെച്ച് തോണിക്കാരൻ വരുന്നില്ല വിളിക്കുമ്പോൾ. വിളിച്ചതിന് ശേഷം വളരെ വളരെയധികം അദ്ദേഹം ജ്ഞാനിയാണ് ആ തോണിക്കാരൻ. രാമനെ എങ്ങനെയെങ്കിലും ശ്രീരാമചന്ദ്ര ഭഗവാനെ കഴിയുന്നത്ര പിടിച്ചു നിർത്തണം. ഗംഗാതടം കടത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പോവും. അതുകൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒടുവിൽ പറയും, അങ്ങയുടെ കാൽപാദം മുകളിൽ വെച്ചപ്പോൾ ആ പൊടി വീണ് അഹല്യ ഒരു സ്ത്രീ, പാറ, സ്ത്രീയായി മാറി. എൻ്റെ വെള്ളത്തിൽ കിടക്കുന്ന തോണിയാണ്, ജീവനിൽ കിടക്കുന്ന മരത്തിൻ്റെ തോണിയാണ് എൻ്റെ ഉപജീവന മാർഗം. അങ്ങയുടെ പാദരേണുക്കൾ ഇതിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ, ഈ തോണി ഒരു സ്ത്രീ ആയാൽ, എനിക്ക് ഒരു സ്ത്രീ കൂടി, ഇപ്പോഴുള്ള കുട്ടി, ഭാര്യയും കുട്ടികളൊന്നും എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ല. ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ ധർമ്മം ഇനിയും എൻ്റെ സംസാര ജീവിതം കഷ്ടവും വളരെ ഫലിതമായിട്ടുള്ളതാണ് മുഴുവൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് അതുകൊണ്ട് കാല് കഴുകാതെ എൻ്റെ തോണിയിൽ കാല് വെക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കാല് കഴിക്കുന്ന ആരാണ്? ഈ കൈവട്ട് തന്നെ. ഞാൻ തന്നെ കഴിയിക്കണം. അപ്പൊ തൻ്റെ തോളിൽ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാല് മിസ്സാവുമ്പോൾ വീണ്ടും ഭൂമിയിൽ വെക്കുമ്പോൾ പിന്നെയും പൊടിയാവും, പിന്നെയും കഴിക്കും. അപ്പൊ പറയണം, എൻ്റെ കഴുത്തിൽ പിടിക്കൂ നേരെയെന്ന്. എന്നിട്ട് ഒരു കയ്യിൽ കാലും തലയിൽ ശ്രീരാമന്റെ കൈയും, കൈവട്ടിൻ്റെ, അങ്ങനെയാണ് കാല് കഴുകിച്ചിട്ട് തോണി കിടത്തി കൊടുക്കുന്നത്. അതൊരു വലിയ രംഗമാണ് അവരുടെ സംഭാഷണം. വളരെ രസകരമായിട്ട് രാമചരിതമാനസത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് തമാശയിലൂടെ വളരെ വേദാന്തമായിട്ടുള്ള കൺസെപ്റ്റുകളാണ് ആ കൈവട്ട് എന്ന് വെച്ചാൽ തോണിക്കാരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിലൂടെ തോണിക്കാരനിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെയും ആ പാദധൂളി എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ എംബോഡിമെന്റ് ആണ് അവിടെ. അതുപോലെയല്ല, ദേവിക്ക് ധർമ്മവും അധർമ്മവും ഒന്നുമില്ല. അതുകൊണ്ട് ദേവി ധർമാധർമ്മ വിവർജിത. ഇനി 256 നാമം വിശ്വരൂപ. ദേവി തന്നെയാണ്, പ്രപഞ്ചം തന്നെ രൂപമായവളാണ്, ബ്രഹ്മാണ്ടം തന്നെ
രൂപമായതാണ്. ഈ പ്രപഞ്ചം ദേവിയിൽ നിന്നും ഭിന്നമല്ല. അതുകൊണ്ട് ദേവി വിശ്വരൂപ. ഇനി ഈ നാമങ്ങള് ഇനി വരുന്ന ഈ നാമങ്ങളെല്ലാം തമ്മിൽ ഈ രണ്ട് നാമങ്ങള് വളരെയധികം അർത്ഥ സാദൃശ്യമുള്ളതാണ്. ഒരുമിച്ച് വായിക്കേണ്ട നാമങ്ങളാണ് അടുത്ത ശ്ലോകത്തിലെയും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അതിനെ പറഞ്ഞു പോവും. അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കാം. വിശ്വരൂപൻ, വിശ്വൻ എന്ന് പറഞ്ഞാൽ പൊതുവെ പിണ്ടാണ്ടമായിട്ടിരിക്കുന്ന നമ്മളുടെ ഒക്കെ ഉള്ളിലുള്ള ഈ ബാഹ്യമായിട്ടുള്ള അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള അതിനെ ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ അതിനെ നമ്മൾക്കൊക്കെ ആ ഞാൻ എന്ന ഭാവത്തോടു കൂടിയിരിക്കുന്ന ഈ പിണ്ടാണ്ട ശരീരത്തിലെ ആ ചൈതന്യമാണ് വിശ്വൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണും വിശ്വൻ എന്താണെന്നും തൈജസൻ എന്താണെന്നും പ്രാജ്ഞൻ എന്താണെന്നും, കാരണം ഈ നാമങ്ങൾ വരുന്നതാണ്. അപ്പോൾ വിശ്വൻ എന്ന് പറഞ്ഞാൽ ത്വക്ക്, രക്തം, മാംസം, കൊഴുപ്പ്, അസ്ഥി, മജ്ജ ഇതുകൊണ്ടൊക്കെ നിർമ്മിതമായിട്ടുള്ള ഈ മലവാണ്ഡം ആയിട്ടുള്ള ശരീരത്തിലെ ഉള്ള ആ ജീവൻ എന്താണ്? നമ്മൾ നേരത്തെയും കണ്ടു, ബ്രഹ്മാണ്ഡ സ്വരൂപിണിയ ദേവി ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ട്രാപ്ഡ് ആയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവൻ. അതെന്താണെന്ന് ഈ ശരീരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ജീവന് ആ ഉന്മത്താവസ്ഥയിലേക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ. ഞാൻ ദേവി തന്നെയാണ് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർബന്ധമായിരിക്കുന്ന ഈ ശരീരത്തില് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അറിയുന്ന ആ അഹംബോധത്തിലെ ആ ചൈതന്യമായിരിക്കുന്ന ജീവന്റെ അവസ്ഥയാണ് വിശ്വൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏഴും ചേർന്നിട്ടുള്ള പിണ്ടാണ്ടത്തിന്റെ ആത്മചൈതന്യത്തെ വിശ്വൻ എന്ന് പറയുന്നു. അപ്പോൾ ആ ജീവാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി വിശ്വരൂപ. വിശ്വം പ്രപഞ്ചം തന്നെയാണ് ദേവി. അതല്ലാതെ പിണ്ടാണ്ടത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ജീവനിലുള്ള വിശ്വൻ എന്നുള്ള അവസ്ഥയിലിരിക്കുന്ന ഈ പിണ്ടാണ്ട ശരീരത്തിലെ രൂപമായിട്ടുള്ള ദേവിയാണ് വിശ്വൻ എന്ന് പറയുന്നത്. ഇനിയോ തൈജസൻ എന്നും പ്രാജ്ഞൻ എന്നുള്ള അടുത്ത നാമങ്ങൾ കാണുമ്പോൾ നമുക്കതറിയാം. അപ്പോൾ 257 നാമമാണ് വിശ്വരൂപ എന്ന് കഴിഞ്ഞിട്ട് ജാഗരിണി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അവസ്ഥയാണ്. ഇപ്പൊ 3 അവസ്ഥകളാണ് ജീവനുള്ളത്. ആദ്യമായിട്ട് പറയുന്നത് പ്രോമിനൻ്റ് ആയിട്ടുള്ള 3 അവസ്ഥകൾ. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, എപ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് 2 കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്ന്, രണ്ടാമത് ഒരു യോഗിയായിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ധ്യാനം ചെയ്യുമ്പോൾ വരുന്ന അവസ്ഥ. അതും നമ്മൾക്ക് കമ്പയർ ചെയ്തിട്ട് പോവാം രണ്ടിൻ്റെയും. ആദ്യമായിട്ട് ജാഗ്രത്. ഇപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉണർന്നിരിക്കുന്നു. നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കാണുന്നു, ബാഹ്യമായിട്ടുള്ള ഉണർവിനെ കാണുന്നു. ഇത് ജാഗ്രത് അവസ്ഥ എന്ന് പറയും. അപ്പോൾ ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന ദേവി ജാഗരിണി, സദാ ഉണർന്നിരിക്കുന്ന അവസ്ഥയുള്ള ദേവിയെ ജാഗരിണി എന്ന് പറയുന്നു. ഇനി മറ്റൊരവസ്ഥയുണ്ട്, അതും വരുന്ന നാമങ്ങളിലൊക്കെ വരും, പക്ഷെ ഒന്ന് പറഞ്ഞു വെച്ച് പോവാം നമുക്ക്. സ്വപ്നാവസ്ഥ. സ്വപ്നം എന്താണ്? നമ്മൾ ഉറങ്ങുന്നു. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ എന്താ ഉള്ളത്? ശരീരമുണ്ട്, ശരീരബോധമുണ്ട്, ഇല്ലേ? മനസ്സ്, കാരണം ഇങ്ങനെ മനസ്സ് വ്യാപരിക്കുന്നു, ബാഹ്യമായിട്ട് ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്നു. അപ്പോൾ മനസ്സും ഉണ്ട് ജാഗ്രത അവസ്ഥയിൽ. പിന്നെയോ ജീവൻ, നമ്മുടെ പ്രാണനുണ്ട്, അല്ലെങ്കിൽ പ്രാണനിൽ നമ്മൾ അടങ്ങിയിരിക്കുന്ന ആ ജീവൻ എന്ന് പറയുന്ന ആ പ്രാണശക്തിയുമുണ്ട്. അപ്പൊ ഇത് 3 ഉള്ള അവസ്ഥയാണ് എൻ്റെ ജാഗ്രത അവസ്ഥ. ആ അവസ്ഥയിൽ സദാ ജാഗരൂകരായിരിക്കുന്ന ദേവി ജാഗരിണി. ഇനി രണ്ടാമത്തെ അവസ്ഥയാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞാൽ സ്വപ്നാവസ്ഥയാണത്. അപ്പോൾ അഗാധമായിട്ടുള്ള നിദ്രയല്ല. നമ്മളുടെ പഞ്ചേന്ദ്രിയം, ഇപ്പോൾ നമ്മളൊരു റൂമിൽ പ്രവേശിക്കുന്നു, പുറത്ത് വ്യാപരിച്ച് രാവിലെ മുതൽ വൈകുന്നേരം ഒക്കെ നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളൊരു 10 മണി 11 മണിയാകുമ്പോൾ വീട്ടിലെത്തുന്നു. വീട്ടിനകത്ത് ലൈറ്റ് ഉണ്ട്, നമ്മൾ ഉറങ്ങിയിട്ടില്ല. അതുപോലത്തെ അവസ്ഥയാണ് ബോഡി. നമ്മളുടെ പുറത്തുനിന്നുള്ള കണ്ണും ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ അടച്ചു, ലൈറ്റ് അടച്ചതുപോലെ കണ്ണും മൂക്കൊക്കെ. പക്ഷേ പൂർണ്ണമായിട്ടും മനസ്സ് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ബാഹ്യമായി കണ്ടിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം ഇങ്ങനെ ഒരു സ്വപ്നാവസ്ഥയിൽ ഇങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ തോന്നും. പലതരത്തിലുള്ള ഫീലിങ്ങുകളും നമ്മൾക്ക് വരും സ്വപ്നത്തിൽ. അതിനെ സ്വപ്നാവസ്ഥ എന്ന് പറയും. ആ സ്വപ്നാവസ്ഥയിൽ അഗാധമല്ലാത്ത നിദ്രയാണ്. അവിടെ നമ്മൾക്ക് ശരീരമില്ല, ശരീരബോധം കുറവാണ്. പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മനസ്സ് അപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. മനസ്സ് പലതും കാണുന്നുണ്ട്, നമുക്ക് പലതും കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് ആ അവസ്ഥയെ നമ്മൾ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നു. അതിനകത്ത് അപ്പോൾ സ്വപ്നാവസ്ഥയിലെ മനസ്സും അതുപോലെ നമ്മുടെ പ്രാണനും ആക്റ്റീവായിരിക്കുന്ന മോഡിലാണ് ഇരിക്കുന്നത്. ഇനിയോ മൂന്നാമത്തെ അവസ്ഥയാണ് സുഷുപ്തി, ഡീപ്പ് സ്ലീപ്പ്.
എന്ത് വന്നാലും നമ്മൾ അറിയില്ല. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് പ്രളയം എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ശബ്ദം നമ്മൾ പറഞ്ഞു. ഈ ഉറക്കം തന്നെയാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെത്ത്. അപ്പോൾ മരണത്തെക്കുറിച്ച് നമുക്ക് ഭീതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയാണ് ആ അവസ്ഥ, മരണം എന്ന് പറയുന്നത്. ഒരൊറ്റ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അവിടെ നമ്മുടെ ആ പ്രാണൻ അപ്പോഴും ചേതസ്സോടുകൂടി ഇരിക്കുന്നുണ്ട്. ആ പ്രാണൻ ശരീരത്തിൽ തന്നെ ചേതസ്സോടുകൂടി ഇരിക്കുന്നുണ്ട്. ശരീരമില്ല, മനസ്സില്ല. ആ പ്രാണന്റെ അവസ്ഥ മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിൽ പ്രാണന്റെ സുഷുപ്തി അല്ലെങ്കിൽ ഗാഠനിദ്ര എന്ന് പറയും. അപ്പൊ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെ സദാ ജാഗ്രത അവസ്ഥയിലുള്ള ദേവിയെ നമ്മൾ ജാഗരിണി എന്ന് പറയും. ഇനിയോ ജാഗ്രതത്തില് നമ്മൾ ബാഹ്യലോകം അനുഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാണനാരാണ്? വിശ്വൻ എന്ന് നമ്മൾ കണ്ടു. സ്വപ്നാവസ്ഥയില് എന്ത് പറയും? സ്വപ്നത്തിലൂടെയും നമ്മൾ പല അവസ്ഥകളും നമ്മൾ കടന്നു പോകുന്നു. മുഴുവൻ നമ്മുടെ ഇന്ദ്രിയങ്ങള് ഉറങ്ങാത്ത അവസ്ഥയാണ്. അപ്പോൾ ശരീരബോധം വളരെ കുറവാണ്. എങ്കിലും നമ്മൾ കാലുകൊണ്ടോ കൈകൊണ്ടോ ഒക്കെ പലതും കാണിക്കും, ശബ്ദം ഉണ്ടാക്കും, ഒക്കെ ചെയ്യും. ഈ അവസ്ഥയിൽ ഉള്ള പ്രാണനെ തൈജസൻ, ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയാണ് നമ്മളുടെ. തൈജസൻ എന്ന് പറയുന്നു ആ അവസ്ഥയിലുള്ള പ്രാണനെ. അപ്പോൾ നമ്മൾ വിശ്വനെ കണ്ടു, അത് കഴിഞ്ഞ് തൈജസൻ എന്ന അവസ്ഥയിലിരിക്കുന്ന അതേ ശരീരത്തിലെ സ്വപ്നാവസ്ഥയിലിരിക്കുന്ന പ്രാണനാണ് തൈജസൻ. ഇനിയോ സുഷുപ്തി അവസ്ഥയിൽ എന്താവുന്നത്? പ്രാജ്ഞൻ എന്നാണ്. അപ്പൊ പ്രാജ്ഞൻ എന്നുള്ളതിലെ പ്രകർഷേണ അജ്ഞൻ എന്നും പറയാം, അല്ലെങ്കിൽ ജ്ഞാനം, എല്ലാ ജ്ഞാനത്തോടു കൂടി രണ്ടായിട്ട് എടുക്കാം. രണ്ടായി എടുക്കുമ്പോഴും ശരിയായ അർത്ഥം തന്നെ വരും. അപ്പോൾ ശരിക്കും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത അവസ്ഥയാണ് നമുക്ക്. ആകെ രാവിലെ എണീറ്റാൽ സുഖമായി ഉറങ്ങി എന്ന് പറയും. അപ്പോൾ ആ സുഖം എന്നുള്ള അനുഭൂതി നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഉറക്കത്തിൽ. അതല്ലാതെ ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പ്രാജ്ഞൻ എന്നുള്ളത് ഇവിടെ അജ്ഞാനം, നമ്മുടെ ജ്ഞാന ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന അവസ്ഥയിലും നമ്മൾക്ക് പറയാം. അല്ലെങ്കിൽ പ്രാജ്ഞൻ എന്നുള്ളത് നമ്മൾ സാധന ചെയ്തിട്ട് സാധകൻ ശാസ്ത്രാരത്തിൽ തന്റെ പ്രാണനെ എത്തിച്ചിരുന്ന അവസ്ഥയിൽ വരുമ്പോഴുള്ള ജ്ഞാനസ്വരൂപമായിട്ടുള്ള അവസ്ഥയെ അവിടെ ജ്ഞാനമാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ യോഗത്തിലിരിക്കുമ്പോഴും പ്രാണായാമം ചെയ്തിട്ട് നമ്മൾ ധ്യാനാവസ്ഥയിലേക്ക് പോകുമ്പോഴും ഈ മൂന്നവസ്ഥയിലും ആദ്യമായിട്ട് നമ്മൾ ബാഹ്യലോകത്തിലായിരിക്കും, ജാഗ്രത അവസ്ഥയിലാവും. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ പതുക്കെ സ്വപ്നത്തിലായിരിക്കും, ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കും ധ്യാനം ശരിയാവാതെ. അതിനുശേഷം കുണ്ടലിനി അങ്ങനെ ജാഗ്രത ആയി പോകുമ്പോൾ നമ്മൾ ഏതവസ്ഥയിലെത്തും? ആ പ്രജ്ഞൻ എന്നുള്ള അവസ്ഥയിൽ എത്തിത്തീരും. അപ്പോൾ വിശ്വൻ, തൈജസൻ, പ്രജ്ഞൻ, ഈ നാമങ്ങൾ വീണ്ടും വരുന്നുണ്ട് അടുത്ത ഈ ശ്ലോകത്ത് തന്നെ. അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോ വിശ്വരൂപിയായിട്ട് ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന ദേവി, അതുകൊണ്ട് ജാഗരിണി. ഇനിയോ 258 നാമാണ് സ്വപന്തി. അപ്പൊ നമ്മളിവിടെ സ്വപന്തി എന്ന് എന്തിനാ പറയണത്? സ്വപ്നം കാണുന്നവളായ ദേവി. അപ്പൊ ഇതിവിടെ അവസ്ഥ ആദ്യത്തെ കണ്ടു നമ്മൾ, ജാഗരിണി. ഇനി സ്വപ്നാവസ്ഥയിലേക്ക് ദേവി നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ അവസ്ഥയിലുള്ള നമ്മുടെ പ്രാണനാണ് സ്വപന്തി, സ്വപ്നാവസ്ഥയിലിരിക്കുന്ന ദേവി. അതും ദേവി തന്നെ. ഇപ്പൊ ഈ നാമങ്ങളെ ഇനി ഈ 62-ാമത്തെയും 63-ാമത്തെയും ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം മടക്കി വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് ഇനി സഹസ്രനാമൊന്നും പഠിക്കണ്ട. കാരണം എല്ലാം ദേവി തന്നെയാണ്, ആ ദേവി തന്നെയാണ് നമ്മളെ എന്നുള്ള ആ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. പിന്നെ ധ്യാനിച്ചാൽ മതി. പക്ഷേ പലപ്പോഴും വേദാന്തം പക്വമല്ലാതെ ഈ ധ്യാനങ്ങളൊക്കെ നമ്മൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ ആസനത്തെക്കുറിച്ച് പറഞ്ഞു, എങ്ങനെ എത്ര മണിക്കൂർ ഇരിക്കണം ധ്യാനം തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ കൃത്യതയുണ്ട്. അതൊന്നും ഇല്ലാതെ നമ്മൾ പക്വമല്ലാത്ത മനസ്സുമായി ധ്യാനത്തിന് ചാടി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ സുഖഭോഗങ്ങളൊന്നും വേണ്ടേ, കർമ്മങ്ങളൊന്നും ചെയ്യണ്ടേ? അപ്പൊ ഇതൊന്നും വേണ്ട. പൂർണ്ണമായിട്ടുള്ള ഭക്തി. ഇന്ന് പലർക്കും കുന്തിയുടെ സ്തുതിയാണ് ഇന്ന് വാട്സപ്പിൽ അയച്ചു തന്നത്. അപ്പൊ കുന്തി സ്തുതി, ആ പരിപൂർണമായിട്ടുള്ള ഏതവസ്ഥയിലും ഭഗവാനോടുള്ള ആ ഭക്തി, അകമഴിഞ്ഞിട്ട് ആ പ്രാർത്ഥിക്കാനുള്ള കഴിവ്, അത് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ധ്യാനാവസ്ഥയൊക്കെ പിന്നെ നമുക്ക് ദൈവം തോന്നിക്കുമ്പോൾ പോയാൽ മതി. അവിടെ ആ ഭക്തി തന്നെ, ആ ചരണാരവിന്ദങ്ങളെ ഏത് രൂപത്തിലും പ്രാപിക്കാനുള്ള ആ ശക്തി നമുക്ക് കിട്ടുകയാണെങ്കിൽ മനസ്സിന് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചോളൂ. ഒരു കർമ്മങ്ങളും നമ്മൾ തെറ്റായത് ചെയ്യില്ല, ഒരു കാര്യങ്ങളും നമ്മൾ തെറ്റായത് ചെയ്യില്ല. അപ്പോൾ എല്ലാ സുഖങ്ങളും അനുഭവിച്ചാലും നമ്മൾക്ക് എല്ലാം കൃത്യതയോടെ അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ആ ഭക്തി നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ. കാരണം നാം ദേവി തന്നെയാണ്. പൂജാമുറിയിൽ അടച്ചിട്ട ദേവിയല്ല, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ വാതിലടച്ച് ഭദ്രമാക്കി പുറത്തു പോയിട്ട് എന്ത് തോന്നിയാസവും കാണിക്കുന്ന നമ്മളല്ല. നാം തന്നെ ദേവിയാണ് എന്നുള്ളതാണ് ഈ നാമങ്ങളിലൂടെ, അല്ലെങ്കിൽ നാം തന്നെ ആ പരബ്രഹ്മമാണ് എന്നാണ് ഈ നാമങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അതോടുകൂടി പൂർണ്ണ ഭക്തി, സമർപ്പണം,
ആയിക്കഴിഞ്ഞാൽ എന്ത് ഞാൻ ചെയ്യുകയാണെങ്കിലും ഇത് എൻ്റെ കഴിവല്ല, ഇത് ദേവിയുടെ കഴിവാണ്. കാരണം നാം എന്നുള്ള അഹങ്കാരം വരുന്നതോടുകൂടി എന്താവും, നമ്മൾക്ക് അത് ആ ദേവിയായിട്ട് നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വേദാന്തം വേണ്ടാത്തിടത്തൊന്നും അദ്വൈതം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ മാത്രം അറിഞ്ഞിരിക്കണം. അതിന് മുകളിൽ ആ സിദ്ധി വേണമെന്ന് കാക്ഷിക്കുന്നവർ ചെയ്യുക, അല്ലാത്തവർക്ക് ഇതിനകത്ത് പെനേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ്. അപ്പോൾ സ്വപന്തി എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്നവളായ ദേവി. ഉറക്കത്തിൻ്റെ അവസ്ഥയാണ് സ്വാപം. സംസ്കൃത ശബ്ദം സ്വാപം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ജീവനെ എന്ത് പറയുന്നു? സ്വാപൻ എന്ന് പറയുന്നു. നേരത്തെ നമ്മൾ വിശ്വൻ എന്ന് കണ്ടു. അതുപോലെ തൈജസനാണ് സ്വപ്നാവസ്ഥയിൽ എന്ന് പറയും. തൈജസന്റെ മറ്റൊരു നാമമാണ് സ്വാപൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്വാപാവസ്ഥയിലും ഉള്ള ആ ആത്മാവിൽ നിന്നും വിഭിന്നമല്ലാത്ത ദേവിയാണ് സ്വപന്തി. അപ്പോൾ സ്വപ്നാവസ്ഥയിലും നമ്മുടെ പ്രാണൻ സ്വപന്തിയായിട്ടിരിക്കുന്നത് ദേവി. ആ ദേവിക്ക് നമസ്കാരം. ഓം സ്വപന്തിയായി നമ എന്നുള്ളതാണ് 258 നാമം. അപ്പോൾ നമ്മൾ വിശ്വനെ കണ്ടു, തൈജസൻ അല്ലെങ്കിൽ സ്വപന്തിയെ കണ്ടു നമ്മൾ, അല്ലെങ്കിൽ സ്വാപനെ കണ്ടു. ഇനിയോ തൈജസാത്മിക അടുത്ത നാമമാണ് 259 നാമം. സ്വപ്നാവസ്ഥയിലുള്ള സ്വപന്റെ മറ്റൊരു പേരാണ് തൈജസൻ. ഇത് തന്നെയാണ്. അപ്പോൾ വിശ്വൻ, അത് കഴിഞ്ഞാൽ സ്വാപൻ അല്ലെങ്കിൽ തൈജസൻ. സ്വപ്നാവസ്ഥയിലുള്ള ദേവി സ്വപന്തി. അതുപോലെ തന്നെ ആ സമയത്ത് ദേവി ആരാണ്? തൈജസാത്മികയാണ്. സ്വപ്നത്തിലുള്ള പ്രാണരൂപത്തിലുള്ള ദേവി തൈജസാത്മികയാണ്. തേജോ സംബന്ധിയായിട്ടുള്ള പ്രഭാവമുള്ളവളാണ് തൈജസ എന്നും നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ എല്ലാ തേജസ്സുകൾക്കും ഉറവിടമായിട്ടുള്ളതാണ് ദേവി. അതുകൊണ്ട് ദേവി തൈജസാത്മിക. ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രകാശവും, ജ്ഞാനം നമ്മൾ കണ്ടു ദേവിയാണെന്ന്, ദേവി രൂപമാവുന്നു. അതുകൊണ്ടും ദേവി തൈജസാത്മിക. അപ്പോൾ ഈ സ്വാപൻ എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രാണനെ തന്നെ പിടിച്ചു പോവാം. അതാണ് ഇവിടെ ഏറ്റവും ഉചിതമായ അർത്ഥം. അപ്പോൾ ആ സ്വാപൻ എന്ന രീതിയിലുള്ള പ്രാണനായിരിക്കുന്ന ദേവിയാണ് തൈജസാത്മിക. തൈജസൻ, അതിനെ തൈജസാത്മിക എന്ന് പറയുന്നു. ഇനിയോ അങ്ങനെ നമ്മൾ 62 ശ്ലോകം കഴിഞ്ഞു. ഒന്നുകൂടിയും വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം വ്യക്തമാവും. ധ്യാനധ്യാധൃധ്യേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സ്വപന്തി തൈജസാത്മിക. അപ്പോൾ വിശ്വരൂപയാണ് ദേവി, ജാഗരണിയാണ് ദേവി, സ്വപന്തിയാണ്, സ്വപ്നാവസ്ഥയിലുള്ള പ്രാണനായിരിക്കുന്ന തൈജസാത്മികയാണ് ദേവി. അങ്ങനെ 259 നാമങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ 63 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ കുറച്ച് പെട്ടെന്ന് പോകുന്നുണ്ട്, ശ്ലോകങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. എങ്കിലും ഇതൊക്കെ ആവർത്തിച്ചു വരുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ശരിക്കും പതിയുമെന്ന് എനിക്ക് വളരെ ഉറപ്പാണ്. സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി. ഇവിടെ എല്ലാ രണ്ട് നാമങ്ങളും ഒരുമിച്ചെടുക്കണം, കാരണം ഒരേ നാമങ്ങളുടെ അർത്ഥമായിട്ടാണ് രണ്ടും വരുന്നത്. സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി. 63 ശ്ലോകത്തില് 260 മുതൽ 267 വരെ 8 നാമങ്ങളാണുള്ളത്. സുപ്ത, ഓം സുപ്തായേ നമ. ഇപ്പൊ സുപ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു അവസ്ഥകള്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അപ്പോൾ സുഷുപ്തി അവസ്ഥയിലുള്ള ദേവിയാണ് സുപ്ത എന്ന് വിളിക്കുന്നത്. അപ്പൊ ദേവി, അതും ദേവി തന്നെയാണ്. എല്ലാം പറഞ്ഞു തരികയാണ്, എല്ലാം ദേവി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി അരക്കിട്ട് ഉറപ്പിച്ചു തരികയാണ്. സുപ്ത. ഇനിയോ സുഷുപ്ത അവസ്ഥയിലുള്ള ദേവി. അപ്പോൾ ജാഗ്രതും സ്വപ്നവും ദേവി തന്നെയാണെന്ന് നമ്മൾ കണ്ടു. ജീവന്റെ മൂന്നാമത്തെ അവസ്ഥയാണ് എന്ത്? സുഷുപ്തി. ഈ സുഷുപ്തിയിലിരിക്കുന്ന കാരണശരീരനായിട്ടുള്ള പ്രജ്ഞൻ എന്ന് പറയുന്ന ജീവനാണ്. ഇവിടെ ഏത് ജീവനാണ്? വിശ്വനെ കണ്ടു നമ്മള്, തൈജസിനെ കണ്ടു നമ്മള്. ഇവിടെ നമ്മള് പ്രജ്ഞ എന്ന് പറഞ്ഞാൽ പ്രജ്ഞനായിരിക്കുന്ന ആ കാരണശരീരനായിട്ടുള്ള ആ പ്രാണൻ തന്നെയാണത്. ആ പ്രാണരൂപത്തിലിരിക്കുന്ന ദേവിയാണ് സുപ്ത എന്ന് പറയുന്നത്. അപ്പൊ സുഷുപ്തി അവസ്ഥയില് നമ്മുടെ പ്രാണൻ, ഇപ്പോൾ ഒരു യോഗി അദ്ദേഹത്തിന്റെ യോഗാവസ്ഥയിലെ പരമകാഷ്ഠയിലിരിക്കുന്ന അവസ്ഥയില്, ആ പരമകാഷ്ഠയിൽ പ്രവേശിക്കുന്ന അവസ്ഥയില് ആ പ്രാണൻ എന്താണ്? സുപ്ത എന്നുള്ള പ്രാണനാണ്, അല്ലെങ്കിൽ പ്രജ്ഞ എന്ന് പറയുന്ന പ്രാജ്ഞൻ എന്ന പ്രാണനാണ്. ആ അവസ്ഥയിലിരിക്കുന്നതാണ് സുപ്ത എന്നുള്ള 260 നാമം. ഇനിയോ പ്രാജ്ഞാത്മിക. കണ്ടോ, സുപ്ത പ്രാജ്ഞാത്മിക. അപ്പൊ നമ്മൾ കണ്ടു പ്രാജ്ഞൻ സ്വരൂപമായത്. അപ്പൊ സുപ്താവസ്ഥയിലുള്ള പ്രാണനെ
പ്രാജ്ഞൻ എന്ന് വിളിക്കും. ആ പ്രാജ്ഞൻ തന്നെ സ്വരൂപമായിട്ടുള്ളതാണ് സുപ്താവസ്ഥ. ദേവി തന്നെയാണ്. സുപ്താവസ്ഥയിലെ പ്രാണനായിട്ടുള്ള പ്രാജ്ഞനും ദേവി തന്നെയാണ്. അപ്പൊ 261 നാമം പ്രാജ്ഞാത്മിക എന്നുള്ളത് ദേവി തന്നെ. നമ്മൾ കണ്ടു ശരീരപഞ്ചരത്തിൽ കുടുങ്ങിയിട്ടുള്ള ഈ ജീവൻ, ആ ജീവന് സ്ഥൂല ശരീരബോധമുണ്ട്, സൂക്ഷ്മ ശരീരബോധമുണ്ട്, കാരണശരീരബോധമുണ്ട്. ഈ 3 ബോധങ്ങളുണ്ട്. അപ്പോൾ വിശ്വൻ ആയിട്ടും സ്വപൻ ആയിട്ടും ദേവി സ്വരൂപമായിരിക്കുന്നു. അതുപോലെ പ്രാജ്ഞനായിട്ടും ദേവി സ്വരൂപമാകുന്നു. അതുപോലെ നല്ലതുപോലെ നാം നമ്മെ തന്നെ അറിയുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോൾ എന്താണ്? മഹായോഗാവസ്ഥയാണ്. ആ മഹായോഗാവസ്ഥയിൽ നമ്മൾ പ്രാജ്ഞൻ എന്ന് പറയുന്നത് എല്ലാവിധ ജ്ഞാനങ്ങളും ഉള്ളതാണ്. ഒന്നും അറിയാതെ ഇങ്ങനെ നമ്മൾ സംസാര ചക്രത്തിൽ ഉഴന്നു നടക്കുകയാണ്. നമുക്ക് യാതൊന്നും അറിയില്ല, എൻ്റെ ശരീരം തന്നെ ഞാൻ എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ അതെന്താണ്? ഒന്നും അറിയാത്ത അവസ്ഥ, സുഷുപ്താവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിങ്ങൾ എന്താണ്? നിങ്ങളുടെ ഒന്നും അറിയാത്ത അവസ്ഥയിൽ വെറും ആ ശരിക്കും കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയായി മാറും നമ്മൾ എല്ലാ വ്യാപാരങ്ങളിലും നടക്കുന്ന സമയത്തും. അപ്പോൾ ദേവിയുടെ ആ അവസ്ഥയിൽ നമ്മൾ എന്തു പറയും? അവിടെ പ്രജ്ഞ എന്നുള്ളത് ശരിക്കും അജ്ഞാനമാണ്. ആ ജ്ഞാനമൊന്നുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയല്ല. രണ്ടായാലും ദേവി തന്നെ പ്രാജ്ഞാത്മിക എന്നുള്ള 261 നാമം. ഇനി 262 നാമമാണ് തുര്യ. അപ്പം നമ്മൾ എല്ലായിടത്തും എല്ലാറ്റിനും അപ്പുറം പോകുന്നുണ്ട്. ബുദ്ധിക്കും കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്തതിലും അപ്പുറത്താണ് ഈ ബ്രഹ്മാണ്ടം എന്നുള്ളത് സയൻസ് തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദാന്തത്തിൻ്റെ കണക്ക് തന്നെ ഇതാണ്. ആദ്യം നമ്മൾ പറയും ആറ്റമാണെന്ന്, തന്മാത്രയാണെന്ന് പറയും. ഒരു എന്തും തന്മാത്രയിൽ നിന്ന് നമ്മൾ ആറ്റത്തിലേക്ക് പോവും. ആറ്റം പറയുമ്പോൾ അതിനെയും കുറച്ചും കൂടി ശാസ്ത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ല, ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമാണ്. പിന്നെ പറയും ഇതല്ല, ഇതിനൊക്കെ വിഘടിപ്പിച്ച് നിർത്തുന്നതും കൂട്ടി നിർത്തുന്നതുമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ആത്യന്തികമായ ശക്തി എന്ന് പറയും. ഇങ്ങനെ സയൻസ് പിറകിലേക്ക് പോയി പണ്ട് പറഞ്ഞ് നമ്മുടെ വേദങ്ങൾ പറഞ്ഞു വെച്ച കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുകയാണ്. അവസാനം അവർ പറഞ്ഞു സാന്ദ്രീകൃതമായിട്ടുള്ള ഒരവസ്ഥയിലുള്ളതാണ് ഈ ബ്രഹ്മാണ്ടം, അതൊന്ന് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇല്ലാണ്ടായതെന്ന് അങ്ങനെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇത് തന്നെയാണ് എത്രയോ കാലങ്ങളായിട്ട് നമ്മളുടെ വേദങ്ങളിൽ പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തുര്യ എന്നുള്ള അവസ്ഥയാണ് 262 നാമം. അപ്പോൾ 3 അവസ്ഥകൾ നമ്മൾ കണ്ടു. അത് ജീവന്റെ അവസ്ഥയാണ്. അവിടുന്ന് എൻലൈറ്റഡ് അവസ്ഥ എന്ന് വെച്ചാൽ രമണ മഹർഷിയെ പോലെയോ അതുപോലെ നാരായണ ഗുരുദേവനെ പോലെയൊക്കെ ആ യോഗി വര്യനായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ മഹർഷീശ്വരന്മാരെ പോലെയൊക്കെയുള്ള ഉദാത്തമായ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രാണനെ എത്തിക്കാൻ പറ്റുമ്പോൾ അത് അവസ്ഥ എന്ന് പറയില്ല, ആ ഒരു അനുഭവമാണ്. ആ അനുഭവത്തെ തുര്യ എന്ന് പറയും. അപ്പോൾ ആ തുര്യ എന്നുള്ള അവസ്ഥയിൽ ദേവി തന്നെയാണ് ആ തുര്യ അവസ്ഥ. ആ അവസ്ഥയിൽ ദേവിയും പ്രപഞ്ചവും നാമും എല്ലാം ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പം ഈ അവസ്ഥ എല്ലാ ദേവൻ ഇപ്പോൾ വൈഷ്ണവ സമ്പ്രദായത്തിൽ ദേവി മൂലാധാര ചക്രത്തിലിരിക്കുന്ന ദേവിയെ രാധയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പലപ്പോഴും പറയും മൂലാധാര ചക്രത്തിൽ നിന്ന് മൂലസ്ഥാനത്തിരിക്കുന്ന ഗണപതി ഭഗവാനാണ്, അവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന്. എവിടെയാണെങ്കിലും ആദ്യമായിട്ട് വിജ്ഞാനം കൊടുക്കണം ഈ ഒരു പ്രയാണത്തിന്, കുണ്ടലിനിയുടെ, അത് ഗണപതിയെ കൊണ്ടേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഗണപതിയെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഗണപതിക്ക് പൂജിക്കുന്നതിൻ്റെ കാരണം ഏതാണ്? ഈ പ്രജ്ഞയെ ശരിക്കും ഉയർത്തണമെങ്കിൽ സത്കർമ്മങ്ങൾക്ക് ആദ്യം അത് ഗണേശനെ കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് മൂലാധാരത്തിൽ അധിഷ്ഠിതരായിരിക്കുന്ന ദേവി എന്ന ശക്തിയെ ഉയർത്തണമെങ്കിൽ, നമ്മുടെ പ്രാണശക്തിയെ ഉയർത്തിയിട്ട് എന്തും ചെയ്യാനുള്ള കഴിവ് നമുക്ക് ആർജിക്കണമെങ്കിൽ ആ ഗണേശ്വരനെ പൂജിച്ചിട്ടാണ് കൊണ്ടുപോരുന്നത്. അപ്പോൾ അവിടെ രാധയായിട്ടാണ് കണക്കാക്കുന്നത്. എവിടെ? ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ സഹസ്രാരത്തിൽ ഇരിക്കുന്നത് ആരാണ്? സഹസ്രാരത്തിൽ ഇരിക്കുന്നത് അവിടെ മഹാവിഷ്ണു രൂപത്തിലുള്ള കൃഷ്ണനാണ്. അവരുടെ മേളനമാണ് രാസലീല എന്ന് ഭാഗവതത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ആടുപാമ്പേ മനം തേടുപാമ്പേ എന്ന് പറഞ്ഞ നാരായണ ഗുരുവരൻ്റെ ഒരു മഹത്തായിട്ടുള്ള ഉപാസന. സർപ്പരൂപത്തിലാണ് കുണ്ടലിനി ഇരിക്കുന്നത്. അതിനെ ആടി 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 മനസ്സിനെ തേടി മുകളിലേക്ക്, അതിൻ്റെ മുഴുവൻ വരികൾ എനിക്ക് ഓർമ്മയില്ല, വളരെ ഗംഭീരമായിട്ടുള്ള വളരെ സരളമായിട്ടുള്ള വാക്കുകളിൽ അങ്ങനെ ആ സർപ്പരൂപത്തിലിരിക്കുന്ന കുണ്ടലിനിയെ പിന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആ സിദ്ധിയെ എങ്ങനെയാണ് കാക്ഷിക്കേണ്ടത് എന്നുള്ളത് നാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ശ്ലോകത്തിൽ. അപ്പോൾ ഈ തുര്യാവസ്ഥയിൽ ഈ നാലാമത്തെ ആ അവസ്ഥയല്ല, നാലാമത്തെ ആ
നമ്മൾക്ക് കിട്ടുന്ന ആ അനുഭൂതി ആണ് തുര്യ എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധവിദ്യയാകുന്ന ആത്മബോധമാണ് എന്ത് തുര്യ എന്ന് പറയുന്ന ഈ അനുഭവം അല്ലെങ്കിൽ അനുഭൂതി. അപ്പോൾ പ്രാണായാമം യമനിയമാദികളൊക്കെ ചെയ്ത് നമ്മൾ ധ്യാനം അഷ്ടാംഗ യോഗങ്ങൾ ചെയ്ത് ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ മഹായോഗാവസ്ഥയിലിരിക്കുന്ന ആ പ്രാണനെയാണ് തുര്യ എന്ന് നമ്മൾ പറയുന്നത്. ആ ബോധമുണ്ടാക്കുന്നതും ദേവി തന്നെ, ഈ പ്രപഞ്ച സ്വരൂപിണിയായ ദേവി തന്നെയാണ്. അതുകൊണ്ട് തുര്യ എന്നുള്ള നാമത്തിലും ദേവി അറിയപ്പെടുന്നു. ഇനി അടുത്തതോ 263 നാമം സർവാവസ്ഥ വിവർജിത. എല്ലാ അവസ്ഥയും ദേവിയാണെന്ന് പറഞ്ഞു. ഇനി അതിനൊക്കെ കോൺട്രഡിക്റ്റ് ചെയ്യാണ്. ഒരവസ്ഥയും അല്ലാത്തതും ദേവി തന്നെ. ഒരവസ്ഥയും ഇല്ല. പ്രാജ്ഞനുമല്ല ദേവി, അതുപോലെ തന്നെ ദേവിക്ക് സുഷുപ്തിയില്ല, സ്വപ്നവുമില്ല. അതൊന്നും ദേവിയെ ബാധിക്കില്ല. കാരണം ദേവി ഇതിനൊക്കെ പുറമെ ആ പ്രൈമോഡിയൽ എനർജി ആയിട്ട് നിൽക്കുന്നതാണ് ദേവി. അതുകൊണ്ട് ദേവി ഇതിനൊക്കെ മുന്നിലാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെയും അപ്പുറത്താണ്. അതുകൊണ്ട് ദേവി ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുര്യ ഇതൊന്നുമില്ലാത്ത ജീവന് എന്തു പറയും? തുര്യാതീതൻ എന്ന് പറയും. ആ തുര്യാതീതമായിട്ടുള്ള അവസ്ഥയാണ് ദേവി. ലക്ഷണം കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ തുര്യാതീതമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് നമുക്ക് കൃത്യമായി പറഞ്ഞു വെക്കാം, സർവാവസ്ഥ വിവർജിത എന്ന്. ഒരവസ്ഥകളുമില്ല. ഇനി അവസ്ഥകൾ എന്താണ്? നമ്മൾക്ക് എന്താ കിട്ടുന്നത്? സുഖം, ദുഃഖം ജീവന്റെ അവസ്ഥകളാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി അത് ജീവന്റെ അവസ്ഥകളാണ്. ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇത് ചതുരവസ്ഥകളാണ്. വീണ്ടും ജീവൻ കടന്നു പോകുന്ന ഓരോ ഫേസ് എന്ന് പറയാം. അതുപോലെ തന്നെ വർണ്ണാവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥകളുണ്ട്. തണുപ്പ്, ചൂട്, ഇങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ അപ്പുറത്താണ് ദേവി. അതുകൊണ്ട് സർവാവസ്ഥ വിവർജിത. ഈ പറഞ്ഞ നാല് അവസ്ഥകളല്ലാതെ ഇതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള അവസ്ഥകൾ, എന്ത് അവസ്ഥയാണെങ്കിലും അതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ളതാണ് ദേവി. സർവാവസ്ഥ വിവർജിത. 264 നാമം സൃഷ്ടികർत्री. സൃഷ്ടിക്ക് എന്താണ് വേണ്ടത്? രജോ ഗുണമാണ്. അപ്പോൾ സദാശിവനും ദേവിയും തമ്മിൽ അങ്ങനെ യോജിക്കുമ്പോൾ അതിൽ നിന്ന് ഉറവിടുന്ന എനർജിയാണ് അത് രജോ ഗുണം. എന്ത് സൃഷ്ടിയാണെങ്കിലും ബ്രഹ്മാവായിട്ട് സൃഷ്ടിയായി മാറുന്നത് ദേവി തന്നെയാണ്. രജോ ഗുണമാണ് അവിടെയുള്ളത്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ 264 നാമത്തിൽ സൃഷ്ടികർत्री എന്ന് പറയുന്നു. അപ്പോൾ പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്നതാണ് ദേവി. ഈ ശ്ലോകത്തിൽ വരുന്നതെല്ലാം പഞ്ചകൃത്യങ്ങളാണ്. അവസാനം പഞ്ചകൃത്യ പരായണ എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേഗം നമുക്ക് നോക്കാം പഞ്ചകൃത്യങ്ങൾ എന്താണെന്ന്. പല പ്രാവശ്യം കണ്ടതാണ്, വീണ്ടും കാണാം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സംഹാരം എന്നതിന് ലയം എന്നും പറയും നമ്മൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. 5 ഈശ്വരന്മാരെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സൃഷ്ടിക്ക് ബ്രഹ്മം, സ്ഥിതിക്ക് ഗോവിന്ദം വിഷ്ണു, സംഹാരത്തിന് രുദ്രൻ, തിരോധാനത്തിന് ഈശ്വരൻ, അനുഗ്രഹത്തിന് സദാശിവൻ. എല്ലാ നാമങ്ങളും ഒരുമിച്ചാണ് പോകുന്നത്. പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്ന ദേവി സൃഷ്ടികർत्री. ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി തന്നെ ചെയ്യുന്നത് ആയിട്ടുള്ള ബ്രഹ്മാവ് ദേവി തന്നെയാണ്. രജോ ഗുണാവസ്ഥയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രഹ്മരൂപ 265 നാമം. ബ്രഹ്മാവായിരിക്കുന്നതും ദേവി തന്നെ. ദേവിയുടെ ചൈതന്യം ബ്രഹ്മാവായി മാറുമ്പോഴാണ് ആ സൃഷ്ടി എന്നുള്ള ആ പ്രക്രിയയ്ക്ക് ബ്രഹ്മാവ് കെൽപ്പുള്ളവനാകുന്നത്. ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ചവളായ ദേവി. ബ്രഹ്മം എങ്ങും നിറഞ്ഞത്, ചലനമോ വികാരമോ ഇല്ലാത്തത്, ആനന്ദമായിട്ട് ജഗത്തിന് കാരണമായിട്ടുള്ള ആ ചൈതന്യമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതുതന്നെയാണ് പരാശക്തി. അതുകൊണ്ട് ദേവിയെ സൃഷ്ടികർत्री എന്ന് പറയുന്നു. ബ്രഹ്മരൂപയായിട്ടുള്ള അവളാണ് ദേവി എന്ന് പറയുന്നു. 264, 265. ഇനിയോ ഗോപ്ത്രീ അടുത്ത നാമം. അതിൻ്റെ കഴിഞ്ഞാൽ നാമാണ് ഗോവിന്ദരൂപിണി. രണ്ടും ഒരുമിച്ചെടുക്കാം. ഇവിടെ ഗോപ്ത്രീ പരിപാലനമാണ്. ഗോപനം ചെയ്യുന്നവള്. ഗോപനം ചെയ്യാന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, സ്ഥിതി, പരിപാലനം. അപ്പോൾ സത്വഗുണമാണ് ഇവിടെ. ആരെയും നമ്മൾ പരിപാലനം ചെയ്യുമ്പോൾ സത്വഗുണമാണ്. സൃഷ്ടിക്ക് രജോ ഗുണമാണ്, പരിപാലനത്തിന് സത്വഗുണമാണ്. ഇവിടെ ഗോപ്ത്രീ എല്ലാം പരിപാലനം ചെയ്യുന്ന ദേവി എന്ത് രൂപമായിട്ടാണ്? ഗോവിന്ദരൂപിണി. ആ വിഷ്ണു രൂപിണിയായിട്ട്, ഗോവിന്ദനായിട്ടുള്ള വിഷ്ണുവിൻ്റെ തന്നെ അവതാരമാണ് ഗോവിന്ദൻ. ഗോവിന്ദന്റെ രൂപത്തോടു കൂടിയവൾ. ജഗത്തിൻ്റെ രക്ഷ ചെയ്യുന്ന വിഷ്ണുവിൻ്റെ ചുമതല ആ വിഷ്ണുവും ദേവി തന്നെയാണ്. അതിനാൽ ദേവി ഗോവിന്ദരൂപിണി. ഗോപ്ത്രീ 266 നാമം. 267 നാമം ഗോവിന്ദരൂപിണി. ഇനിയോ അങ്ങനെ 263 ശ്ലോകം കഴിഞ്ഞു. പെട്ടെന്നൊന്ന് ചൊല്ലാം ശ്ലോകം.
സുപ്ത പ്രാജ്ഞാത്മികാ തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി. അപ്പോൾ വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്. നമ്മൾ കൃത്യമായിട്ട് അവസ്ഥകൾ കണ്ടാൽ നമ്മൾക്ക് എളുപ്പമാണ്. 64-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. സംഹാരിണീ രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ. സദാശിവാനുഗ്രഹത എന്ന് ഒരുമിച്ച് എഴുതി കാണും, പക്ഷെ സദാശിവ അനുഗ്രഹത എന്ന് മനസ്സിൽ വായിക്കുമ്പോൾ അപ്പോൾ ഇവിടെ 268 മുതൽ 274 വരെയുള്ള 7 നാമങ്ങളാണ് ഇവിടെ ഉള്ളത്. 64-ാമത്തെ ശ്ലോകത്തില് പെട്ടെന്ന് നോക്കാം നമുക്ക്, കാരണം ഒരുമിച്ചുള്ള നാമങ്ങളാണ്. സംഹാരിണി, അപ്പൊ നമ്മുടെ സൃഷ്ടിയും സ്ഥിതിയും കണ്ടു. അടുത്തതോ സംഹാരിണി, ഏത് ഗുണമാണ്? തമോ ഗുണം. അപ്പൊ തമോ ഗുണമായിട്ട് എല്ലാം ദേവി തന്നെയാണ്. രജവും തമസ്സും സത്വവും ഒക്കെ ദേവി തന്നെ. തമോ ഗുണമായിട്ട് ദേവി എന്താണ് ചെയ്യുന്നത്? സംഹരിക്കുന്നു. സംഹരിക്കുന്നതിന് എന്ത് പറയും? ലയം എന്നും പറയും. തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. നോവയുടെ പേടകത്തിലെ പോലെ എല്ലാം ഇങ്ങനെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീജരൂപത്തില് എല്ലാം തന്നിലേക്ക് ആക്കുന്നു. അങ്ങനെ കൃഷ്ണൻ, ആലിയിലെ കൃഷ്ണന്റെ രൂപം നമ്മൾ വിശദീകരിച്ചു. കരാരവിന്ദേന പദാരവിന്ദം എന്ന്. ആ എനർജി ഇങ്ങനെ പ്രളയത്തില് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും തൻ്റെ ഉള്ളിലേക്ക് തന്നെ. പെരുവിരലിൽ കൂടെ ഇടതുവശത്ത് കൂടെ പോയി വലതുവശത്തെ പെരുവിരലിന് വീണ്ടും സൃഷ്ടി, ദേവിയുടെ കാരുണ്യത്താൽ സൃഷ്ടിയിൽ തുടങ്ങുന്നത് വരെ അങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ളതാണ് പ്രളയ പയോധിയില്. അപ്പോ സംഹാരിണി രുദ്രരൂപ, അവിടെ എന്ത് രൂപത്തിലാണ്? രുദ്രൻ. അപ്പൊ ജഗത്തിനെ സംഹരിക്കാൻ ശേഷിയുള്ളവളാണ് ദേവി, തന്നിൽ തന്നെ ലയിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി രുദ്രരൂപം എടുക്കുന്നു. അവിടെ രുദ്രരൂപ എന്ന് പറയുന്നു. സംഹാരിണി രുദ്രരൂപ. ഇനിയോ രുദ്രൻ എന്ന് പറഞ്ഞാൽ അർത്ഥം രുക്കിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖത്തെ നശിപ്പിക്കുന്നവനാണ്. രുക്കിനെ നശിപ്പിക്കുന്നവനാണ് രുദ്രൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രോദനം ചെയ്യുന്നവൻ. ജനിച്ചപ്പോൾ ഉറക്കെ കരഞ്ഞു അത്രേ സൃഷ്ടി നടത്തിയപ്പോൾ, രുദ്രനായി ജനിച്ചപ്പോൾ. അതുകൊണ്ട് രോദനം, ഉറക്കെ കരഞ്ഞത് കാരണം രുദ്രൻ എന്ന പേരുണ്ട്. ഇതൊക്കെ രുദ്രസ്വരൂപിണിയായിട്ട് ഈ സംഹാരം അല്ലെങ്കിൽ ലയം ചെയ്യുന്നതും ദേവി തന്നെ. അതുകൊണ്ട് ദേവി സംഹാരിണി രുദ്രരൂപ, 2 നാമങ്ങളും കഴിഞ്ഞു. 270-ാമത്തെ നാമമാണ് തിരോധാനകരീശ്വരി. ഇത് നമ്മൾ പറഞ്ഞു വെച്ചതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. തിരോധാനം. അപ്പൊ അടുത്തത് എന്താണ്? തിരോധാനം. സൃഷ്ടി, സ്ഥിതി, ലയം, തിരോധാനം. ഇപ്പൊ നമ്മൾ പറയും ഒരു സ്പീഷീസ്, ഡിനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയി. തിരോധാനം. പക്ഷെ അത് പോയിട്ടില്ല. ഇനി അടുത്ത യുഗം വരുമ്പോൾ വീണ്ടും ദേവിക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. കാരണം ബീജാവസ്ഥയിൽ അതെല്ലാം ആ ചൈതന്യത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഈ അതിൻ്റെ അണുവിണയില്ലാതെ അതിനെ തുടച്ചു മാറ്റുന്ന അല്ലെങ്കിൽ അപ്രത്യക്ഷമാക്കുന്നതാണ് തിരോധാനം. ഈ തിരോധാനം ദേവി ചെയ്യുന്നത് ഈശ്വരനെ കൂടിയാണ്. നമുക്കറിയാം പഞ്ചബ്രഹ്മങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശൻ കഴിഞ്ഞു 3 കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് തിരോധാനമാണ്. തിരോധാനൻ ഈശ്വരൻ എന്നുള്ള രൂപത്തിലുള്ള ആ ചൈതന്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്നത് കൊണ്ട് തിരോധാനകരീശ്വരി എന്നുള്ള 2 നാമങ്ങളാണ്. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, സൂക്ഷിക്കുക. 270-ാമത്തെ ഓം തിരോധാനകരിയേ നമ എന്നാണ്. 271-ാമത്തെ ഓം ഈശ്വരിയേ നമ. അപ്പൊ ഈശ്വരന്റെ തേജസ്സായി നിൽക്കുന്ന, ശക്തിയായി നിൽക്കുന്ന ദേവിയാണ് ഈശ്വരി എന്നുള്ളത് 271-ാം നാമം. തിരോധാനകരീശ്വരി, തിരോധാനം ചെയ്യുന്ന ദേവി തന്നെയാണ്. അവിടെ ഈശ്വര സ്വരൂപിണിയായിരിക്കുന്ന ദേവിയാണ് ആ കൃത്യം ചെയ്യുന്നത്, പഞ്ചകൃത്യം നടത്തുന്നത്. അവിടെ ദേവി തിരോധാനകരീശ്വരി എന്ന് പറയുന്നു. ഇനിയോ സദാശിവ അനുഗ്രഹത. ഇനിയോ അനുഗ്രഹമാണ് അടുത്തത്. തിരോധാനത്തിന് ശേഷം അനുഗ്രഹമാണ്. അപ്പൊ അനുഗ്രഹം ചെയ്യുന്ന ദേവി ആരാണ്? സദാശിവരൂപിയായിട്ട്. അതാണ് ലാസ്റ്റ് അവസ്ഥ. അവിടുന്ന് ദേവി യോജിക്കുമ്പോൾ വീണ്ടും ബ്രഹ്മരൂപിയായിട്ട് സൃഷ്ടി തുടങ്ങും. അപ്പോൾ സദാശിവ, ശുദ്ധ സ്വരൂപനായ ഈശ്വരനാണ് സദാശിവൻ. സദാശിവന്റെ രൂപമായിട്ടുള്ളത് സദാശിവത. ആ സദാശിവനെ അനുഗ്രഹത്തെ കൊടുക്കുന്നവളാണ്. ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള അനുഗ്രഹത്തെ സദാശിവനോട് കൂടി നിന്ന് കൊടുക്കുന്നവളാണ് ദേവി, അനുഗ്രഹത. അപ്പോൾ ആ സൈക്കിള് പൂർണ്ണമാവുകയാണ്. സൃഷ്ടി, സ്ഥിതി, ലയം അല്ലെങ്കിൽ സംഹാരം, അത് കഴിഞ്ഞ തിരോധാനം, വീണ്ടും ആ ബീജത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹമാവും സദാശിവന്റെ കൂടെ. സദാശിവത 272-ാമത്തെ നാമം ദേവിയുടെ. 273-ാം നാമം അനുഗ്രഹത എന്ന് വരും. സദാശിവ അനുഗ്രഹത 2 നാമങ്ങളാണ്. 25 തത്വങ്ങളില് അവസാനത്തെ 25-ാമത്തെ തത്വമാണ് സദാശിവൻ. 5
പഞ്ചഭൂതങ്ങൾ 5ആണ്. പഞ്ചതന്മാത്രകൾ നമ്മൾക്കറിയാം: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇതൊക്കെ എല്ലാവർക്കും ബൈഹാർട്ടായി കാണും. ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കണ്ണ്, മൂക്ക് ഒക്കെ ഉള്ളത്. കർമ്മേന്ദ്രിയങ്ങളുണ്ട്, കൈകള്, കാലുകൾ, ഉപസ്ഥം എന്നുള്ളതൊക്കെ ഉള്ളത്. മനസ്സ് അതിൻ്റെ കൂടെ അങ്ങനെ 20ആയി. അതിൻ്റെ കൂടെ മനസ്സ്, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ. ഇതാണ് 25 സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള 25 അടിസ്ഥാനങ്ങൾ. അതിൽ അവസാനത്തെയാണ് ആ സദാശിവൻ. അതിൻ്റെ കൂടെ അനുഗ്രഹതയായി ദേവി വസിക്കുമ്പോൾ ദേവിക്ക് സൃഷ്ടിക്ക് പ്രാപ്തിയാകുന്നു. അങ്ങനെ അനുഗ്രഹത പഞ്ചകൃത്യപരായണ. 274 നാമമാണ് ഈ ശ്ലോകത്തിലെ. അത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. ഈ പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്ന ദേവി പഞ്ചകൃത്യപരായണ. സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാനം എല്ലാം. പരായണ എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവൾ. പഞ്ചകൃത്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ പഞ്ചകൃത്യപരായണ എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ 274 നാമങ്ങളും 64 ശ്ലോകങ്ങളും ഇതോടുകൂടി അവസാനിപ്പിച്ചു. നമുക്ക് ഇവിടെ ഇന്ന് വിരാമമിടാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.